Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. So good afternoon to all once again. How are you all? Second decision. കഴിച്ചോ ലഞ്ച് കഴിച്ചോ? കഴിക്കാത്തവരുണ്ടോ നോക്കട്ടെ ഞാൻ. ലഞ്ച് കഴിച്ചോ എല്ലാവരും? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? കഴിച്ചിട്ടില്ല. കൊള്ളാം. എല്ലാ ക്ലാസ്സിലും ഞാൻ വന്നിരുന്ന് പറയും കഴിക്കണം കഴിക്കണം. ഇത് അതനുസരിക്കില്ല അല്ലേ? കൊള്ളാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഓ എവിടെയാണ്? നാട്ടിൽ തന്നെയല്ലേ? പുറത്താണോ? അല്ല മാം, കുമരകത്താ, കോട്ടയം കുമരകം. ഓക്കെ, വെരി ഗുഡ്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് കഴിച്ചല്ലേ? കൊള്ളാം. ലഞ്ച് ഡിന്നർ എപ്പോഴാണ് കഴിക്കുക? 10:30. എപ്പോ? After 10. ആഫ്റ്റർ 10. നല്ല ലൈഫ്സ്റ്റൈലാണ്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ലേറ്റ് ആവുന്നേ? നല്ലതാണോ അത്? എച്ച് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ പിള്ളേരൊക്കെ വിട്ട് കഴിയുമ്പോ ഒരു സമയമാവും. ഇതൊക്കെ റീസൺ ആണോ? കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കണം, അതങ്ങനെ ശീലിച്ചു പോയി. കഴിച്ചു കഴിഞ്ഞിട്ട് പണിയാൻ വയ്യ, അതാ. എനിക്ക് സമയമില്ലാതായി പോയി, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ. പോർഷനൊക്കെ ഒന്ന് കഴിയട്ടെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പൊ ടൈമില്ല, നമുക്ക് പോർഷൻ കാണാം. എനിക്ക് ഈ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. മോഡ്യൂൾ ടേം 1 കംപ്ലീറ്റ് ആകും. ഓക്കെ, സോ എന്നെ കുറച്ച് കൂടുതൽ സമയം സഹിക്കേണ്ടി വരും കേട്ടോ. ഞാനിന്ന് 2 തവണ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് കഴിയുമ്പോ റിവിഷൻ ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. എന്തോ? ഈ ചാപ്റ്റർ കഴിയുമ്പോ നമുക്ക് റിവിഷനും കൂടി ചെയ്യാലോ, അത് കാരണം കുഴപ്പമില്ല. സഹിക്കുന്നു അല്ലെ? 2 മണിക്കൂറൊക്കെ സഹിക്കേണ്ടി വരുമല്ലോ. എന്തൊക്കെ പണ്ടെങ്കിൽ ആയിരുന്നില്ല. ഇന്ന് 2 മണിക്കൂർ എന്റെ ഫേസ് നിങ്ങൾ കാണണം. ഉറക്കം വരുമോ? എന്തോ? ബ്രേക്ക് എടുത്താൽ മതി ഇടയ്ക്ക്. അതെ അതെ, ഒരു ഡാൻസ് കളിച്ചാൽ മതി, ഞങ്ങൾ എൻജോയ് ആവും. നല്ല ഐഡിയ. ഡാൻസ് കളിക്കാൻ സൂപ്പർ അല്ലേ? പിന്നെ നിങ്ങൾ പറയുന്നത് സൂപ്പറാണ്, ഞാൻ തന്നെ പറയില്ല. ഞങ്ങള് കണ്ടു ഡാൻസ് ഒക്കെ കണ്ടു. അതല്ലെങ്കിൽ പറയാറുണ്ട്. ഇത് നിങ്ങൾ മാത്രമേ പറയൂ കേട്ടോ. നിങ്ങൾ സ്റ്റുഡൻസ് മാത്രമാണ് ഈ ഡാൻസ് സൂപ്പറാന്ന് പറയാ. അത് ആരും പറയില്ല. ടീച്ചേഴ്സ് ആയാലോ. അപ്പൊ കോൺഫിഡന്റ് ആയിട്ട് ചിരിച്ച് കളിക്കുന്നതുകൊണ്ടാണ്. ഓരോരുത്തർ പറയാ. മിസ്സാണല്ലോ മറ്റു ടീച്ചേഴ്സിന്റെ ഡാൻസ് മിസ്. അപ്പൊ ടീച്ചർ എന്നാണോ പറയല്ലേ? ഇപ്പൊ ഞങ്ങളൊക്കെ അറിഞ്ഞു. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു മിസ്സേ. മിസ്സിന്റെ നാടകം നടക്കൂല. ചിരിച്ച് കളിക്കുന്നുണ്ട്. മിസ്സിനെ കണ്ട ബാക്കി മിസ്സുമാര് കളിക്കുന്നേ. എന്തോ? മിസ്സിനെ കണ്ട ബാക്കി മിസ്സുമാര് കളിക്കുന്നേന്ന്. എല്ലാവരും കണ്ട് കളിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും നോക്കിയോ? ഞങ്ങളെല്ലാരും മിസ്സിന്റെ അടുത്തൊരു മിസ് നിൽക്കില്ലേ, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള? ആ മിസ് നന്നായി കളിക്കുന്നുണ്ട് മിസ്സിന്റെ കൂടെ തന്നെ. ഞങ്ങൾ 2 പേരാണ് പൊതുവെ പഠിപ്പിക്കുക. അപ്പൊ ആ പഠിപ്പിക്കുന്ന 2 പേര് നന്നായി കളിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഒരുപാട് ഇങ്ങനെ പൊളുത്തി. ഞങ്ങളെങ്ങനെ പഠിപ്പിക്കോ മിസ്സേ? പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ കോൺവെക്കേഷൻ വരും. കോൺവെക്കേഷൻ വരുമ്പോ നമുക്ക് ഇതുവരെ വന്ന HA കോൺവെക്കേഷൻസില് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരും പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ പരിപാടി ഉണ്ടാവും, ഞങ്ങളെ എല്ലാരും ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ മിസ്സും വന്നാൽ മതി. അതെ, അല്ലേ?
നമുക്ക് വീഡിയോ എടുത്ത് പഠിക്കാം. പിന്നില്ല നന്ദി നന്നായിട്ട് പാട്ട് പാടും. നമുക്ക് സെറ്റ് ആക്കാനേ മോണ്ടിസോറി ബാച്ചില് കോൺവെക്കേഷൻ വരുമ്പോ അവരൊരു ഒരു അത്യാവശ്യം ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇത്ര ഡാൻസ്, ഇത്ര സോങ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ ലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ നിങ്ങളും പ്ലാൻ ചെയ്യും. എച്ച്എയില് നമുക്ക് ആ ഒരു ചരിത്രം കുറിക്കാം. ഇതുവരെ എച്ച്എയിൽ അങ്ങനെ പെർഫോമൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എച്ച്എ 23 നമുക്ക് അങ്ങനത്തെ സെറ്റ് ചെയ്യാം. ഓക്കെ ആണോ നിങ്ങള്? ഞങ്ങൾ ഉണ്ടാവും മിസ്സേ. എന്തിനും കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഈ ഗ്രൂപ്പിൽ കൂടുതൽ പാട്ട് പാടുന്ന പിള്ളേരുണ്ട്. ഓക്കെ, പാട്ട് മാത്രം ആക്കരുത്, നമുക്ക് ഡാൻസും കൂടി വേണം. അത് കളിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി കളിക്കാം. ആഹാ കൊള്ളാം. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ എനിക്ക് എങ്ങനെ അയക്കാം? ഇപ്പോ ലിസ്റ്റ് ഒക്കെ ഒന്ന് അയച്ചാൽ മതി. കോൺവെക്കേഷൻ ടൈമിൽ ഞാൻ പറയാറുണ്ട്, കോൺവെക്കേഷൻ ആവട്ടെ. അപ്പോ എത്രയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ട് ലിസ്റ്റ് ഒക്കെ ഒന്ന് അയക്കും. അപ്പൊ സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി മാറ്റി പറയുന്നത് കേട്ടോ. ഞാൻ ആരോടും പറയും, സീക്രട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് വിളിക്കാം. ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരോടും പറയരുത്. ഓക്കെ ആണോ? സീക്രട്ട് ആണ്, ടീച്ചേഴ്സ് ആരും അറിയണ്ട. നമുക്ക് സെറ്റ് ആക്കാം. ഇനി മാറ്റി പറയേണ്ടത് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആകും. 20 കഴിഞ്ഞു. ഈ മന്ത് ഫെബ്രുവരി ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് 20th ബാച്ച് കംപ്ലീറ്റ് ആകും. പിന്നെ 21, 22, 23. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ടൈം ഉണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. അത് അടിച്ചോളൂ. ഓക്കെ ഓക്കെ, അത് സെറ്റായി. ഇതൊക്കെ സെറ്റായി. ഇന്ന് മിസ് ഡാൻസ് കളിക്കണം. 2:30 to 2:35 മിസ്സിന്റെ ഡാൻസ് ഉണ്ട്. അല്ല ഞങ്ങൾ ഉറങ്ങും, ഉറപ്പാ. വീഡിയോ ഉറങ്ങും, ഞങ്ങൾ ഉറങ്ങും ഉറപ്പ്. റെക്കോ ക്ലാസ് കാണുന്ന പിള്ളേര് അവിടെ കംപ്ലൈന്റ് പറയും മാനേജ്മെന്റില്. അശ്വതി മിസ് ക്ലാസ്സിൽ ഡാൻസ് കളിക്കുന്നത് പറയും. കൊള്ളാട്ടോ, നിങ്ങൾ എന്റെ ജോലി കളയോ? ഞങ്ങൾ പറഞ്ഞോളാം മിസ്. അന്നേരം ഞങ്ങൾ പറഞ്ഞോളാം. അതെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, നിങ്ങൾ മാറ്റി തരും. നിങ്ങൾ ആരും അറിയില്ല, അത് സീക്രട്ട് ആണല്ലോ അല്ലെ. പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് ആരും അറിയില്ല. കുട്ടികൾക്ക് എനർജി കൊടുത്താന്ന് പറഞ്ഞാൽ മതി. എന്തോ കുട്ടികൾക്ക് എനർജി കൊടുത്തതാ പറഞ്ഞാൽ മതി. അതെ മതി, സംസാരിച്ചാൽ സംസാരിക്കും. ഇപ്പൊ 2 മണിക്കൂർ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ ക്ലാസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ മതി കേട്ടോ. ശ്രദ്ധിച്ചിരിക്കൂ. ആംബുലൻസ് ആയിരുന്നു, എല്ലാരും മ്യൂട്ട് ചെയ്യാട്ടോ. ഒരു മെസ്സേജ് ഉനൈസ് ആണ് ആക്റ്റീവ് ബോയ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഉനീസിന് ഞാൻ ഉനീസ് എന്നല്ലേ പേര്? ആണോ? ഞാൻ പറയുന്നത് തെറ്റാണോ? ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഭയങ്കര നല്ല കഴിവുകളൊക്കെ ഉള്ള ഒരു പയ്യനാണ് മാം. പാട്ട് പാടും, ഡാൻസ് കളിക്കും, മിമിക്രി ചെയ്യും, എല്ലാം ചെയ്യും. എന്താണ് ക്ലാസ് ആണെന്നുള്ള ഓർമ്മയുണ്ടോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ? ഓർമ്മയുണ്ടോ അത്? മിസ് ക്ലാസ് എടുത്തോ? അതെ. അല്ല, ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയൂ. ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ഫസ്റ്റ് ടൈം അല്ല, ഇടയ്ക്കിടയ്ക്ക് കയറുന്നുള്ളൂ. ലൈവ് ക്ലാസ് കയറത്തില്ല. ടൈം പാസോ? എന്റെ ക്ലാസ് ടൈം പാസ് ആണോ? അല്ല, ജോലിയുണ്ട്. അവൻ ലൈവ് ക്ലാസ് ഞാൻ ലൈവ് ക്ലാസ് എന്നാ പറഞ്ഞേ. എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ട്. റെക്കോർഡ് ക്ലാസ്സാ കേൾക്കുന്നത്. ആണോ? റെക്കോർഡ് ക്ലാസ് എന്റെ കണ്ടിട്ടുണ്ടോ? ഇതേപോലെ കുറെ സംസാരിക്കും. മറ്റേ ടീച്ചേഴ്സിന്റെ പോലെ അല്ലല്ലോ എന്റെ ക്ലാസ്. കുറച്ച് അധികം സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതെങ്ങനെയാണ്? ബോറാണോ? ഇല്ല, ബോറൊന്നുമില്ല. ഞാൻ റെക്കോർഡ് ക്ലാസ് എന്റെ ഒന്ന് കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചാണേ. ഓക്കെ. യുനിവേഴ്സിറ്റിയെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണല്ലോ. ഒരുപാട് കമന്റ്സ് ഉണ്ടല്ലോ. എല്ലാരും അങ്ങനെയാണല്ലോ. ആരെയും കൊല്ലാൻ കിട്ടിയാ കൊന്നോണ്ടിരിക്കും. ക്ലാസ് എടുത്തോ? സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞുള്ളതുകൊണ്ട് മൈക്ക് ഉണക്കിടാൻ പറ്റില്ല, അലമ്പ. പഠിപ്പിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നോക്കുന്നേ ഇല്ല.
മെസ്സേജ് നോക്കുന്നില്ല കേട്ടോ, ടെക്സ്റ്റ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ, അപ്പോ നമ്മള് ആംബുലൻസ് ചാപ്റ്റർ ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പാസീവ് വിഷ്വൽ എന്താണ് വാർണിംഗ്സ് വരെ എടുത്തതാണ് അല്ലെ. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് അവിടെ വരെ നമ്മൾ എടുത്തതാണ്. നെക്സ്റ്റ് വൺ ഇസ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. ഓക്കെ, usually the visual signals for the task are in the shape of flashing lights. These flash in order to attract the attention of other road users as the ambulance approaches, or to provide warnings to motorists approaching a stopped ambulance in a dangerous position on the road. കേൾക്കുമ്പോ പഠിക്കാനൊന്നുമില്ല. ഒരു ആംബുലൻസ് പോകുമ്പോൾ റോഡിലൂടെ പോവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന എന്താണ്? ആംബുലൻസിനെയാണോ അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ നോട്ട് ചെയ്യുക? പെട്ടെന്ന് വിഷ്വൽ ആയിട്ട്, വിഷ്വലി ആണ് ഹിയറിംഗ് എന്ന് ഉദ്ദേശിച്ചത്. വിഷ്വലി നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നത് എന്താ? ലൈറ്റ്സ് ആണ്, ഫ്ലാഷിംഗ് ലൈറ്റ്സ് ആണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഏറ്റവും വിഷ്വലി സിഗ്നൽസ് തരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈറ്റ്സ് ആണ്. ഓക്കെ, അതിലാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ആംബുലൻസ് അത്രയും എമർജൻസി ആണെങ്കിലൊക്കെ അല്ലെ വ്യത്യാസമുണ്ട്. ലൈറ്റ്സിനാണെങ്കിലും സൗണ്ട്സിനാണെങ്കിലും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. സോ അങ്ങനെ ആംബുലൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കോ? അല്ലല്ല, നമ്മളെന്താ സൈഡ് മാറി കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഭീകരമായിട്ട് അടുത്തൊന്നുമില്ല, അതാണ് ഇവിടെ പറയുന്നത്. Then common colors for ambulance warning beacons are blue, red, amber, and white. However, the colors may differ by country. Normally, നമ്മുടെ ambulance lights എന്ന് പറയുന്നതൊക്കെയാ blue, red, amber, and white. Amber means kind of yellow color. ഒരു തരം യെല്ലോ കളർ ആണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് യെല്ലോ കളറാണ്. ആംബറിനൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാണെങ്കിൽ കളർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നോർമലി ആ വാർണിംഗ് ലൈറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ പല കൺട്രിയിലും ഒരേപോലെ അല്ല, ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കൺട്രിയിലും ഓരോ രീതിയിലായിരിക്കും കളേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് ആർ, ബീക്കൺസ് മീൻസ് മലയാളം പറയുകയാണെങ്കിൽ ദീപസ്തംഭം എന്ന് പറയും. അത് ലൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. ലൈറ്റ്സ് ആണ്. Are blue, red, amber, and white. However, the colors may differ by country. ഓരോ കൺട്രിയിലും ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. The next point, there are several technologies presently used to achieve the flashing effects. These include flashing a light bulb or LED, flashing or rotating halogen, and strobe lights, which are commonly brighter than incandescent lights. അതായത് ഇപ്പൊ നമ്മള് ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ വെറുതെ ചുമ്മാ ലൈറ്റ്സ് അല്ല ആംബുലൻസിലുള്ളത് അല്ലെ. ഇപ്പോ പ്രസന്റ്ലി ടെക്നോളജി പല രീതിയിലും ടെക്നോളജീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത് ഹലോജൻ ലൈറ്റ് ആണ്. റൊട്ടേറ്റ് ചെയ്യുക ലൈറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? അല്ലെ, റൊട്ടേഷണൽ ലൈറ്റ്സ് ആണ്. അതാണ് അവിടെ പറയുന്നത് റൊട്ടേറ്റിംഗ് ഹലോജൻ എന്ന് പറയുന്നത്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഭയങ്കര പവർ ആയ ലൈറ്റ് ഇല്ലേ, മീൻസ് നമ്മുടെ എങ്ങനെയാ പറയാ, സോളാർ ലൈറ്റ്സ് ഒക്കെ പോലത്തെ പവർഫുൾ ലൈറ്റ്സ് ഇല്ലേ. നിങ്ങളൊന്ന് ഈ പറയുന്ന വേർഡ്സ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യൂട്ടോ. അതൊക്കെ കാണുമ്പോൾ കുറച്ച് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടുപഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മറക്കില്ല. ഓക്കെ, അപ്പോ ഈ റൊട്ടേറ്റിംഗ് ഹലോജൻ എന്താണെന്നും സ്ട്രോബ് ലൈറ്റ്സ് എന്താണെന്നും സെർച്ച് ചെയ്ത് ആ ലൈറ്റ്സ് കാണാം. എനിക്ക് കാണിക്കാനുള്ള ഓപ്ഷൻ അല്ലെ, ഫോൾഡ് കാണിക്കുന്നത് അത് നമ്മുടെ ഒന്ന് സെർച്ച് ചെയ്യും കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ, സെർച്ച് ചെയ്യാലോ അല്ലെ. Then incandescent lights എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബൾബിനെ പറയുന്നതാണ്. ബൾബാണ്. ഓക്കെ, അപ്പോ which are commonly brighter than നമ്മുടെ നോർമൽ ബൾബിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിരിക്കും. എന്താ ഈ സ്ട്രോബ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ ബ്രിഡ്ജിന്റെ ഇവിടെയൊക്കെ സോളാർ ലൈറ്റ്സ് ഉണ്ടല്ലോ അല്ലെ, അതിന്റെ പവർ എങ്ങനെയാ? ഭയങ്കര പവർ അല്ലേ. ആ കൈൻഡ് ഓഫ് ലൈറ്റ്സ് ആണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. അതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കുറച്ച് ബ്രൈറ്റ് ആണ്. ചില നമ്മുടെ കാറിനൊക്കെ കാണില്ലേ, അയ്യോ എന്താ പറയാ, യുണൈസിന് അറിയാലോ, നമ്മൾ നോർമൽ ഹെഡ്ലൈറ്റ് അല്ലാതെ ലൈറ്റ് ഇല്ലേ, എന്താ പറയാ, അറിയാമോ? ഇല്ല, ആരും കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ആ കൈൻഡ് ഓഫ് അറിയില്ല. അശോ, ഞാൻ എന്താ പറയാ, ഞാൻ കാണിച്ചു തരണോ? നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ഇപ്പൊ സെർച്ച് ചെയ്യും എല്ലാവരും. സ്ട്രോബ് ലൈറ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തേ, പെട്ടെന്ന് സെർച്ച് ചെയ്യും.
സ്ട്രോബ് ലൈറ്റ്. ഗൂഗിളിൽ പോവാ, സ്ട്രോബ് ലൈറ്റ് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക, അപ്പൊ ലൈറ്റ് വരും. അതാണ് എന്ത് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയാൻ. ഞാൻ എങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമുക്ക് അറിയില്ല. സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? യെസ്, ആ ലൈറ്റ് ആണ് കേട്ടോ സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ്ലി നമ്മൾ പറയുന്ന ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ബ്രൈറ്റർ ആണ്, നമ്മുടെ നോർമൽ ബൾബിനേക്കാളും ഗ്ലാസ് ബൾബിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റർ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഡൗട്ട്സ് വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും കേട്ടോ. അത് നമ്മൾ വിഷ്വലി കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പിന്നെ ഒരിക്കലും നമുക്ക് മറക്കില്ല. ഇപ്പൊ സ്ട്രോബ് ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചർ നമ്മൾ സെർച്ച് ചെയ്ത പിക്ചർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് സെർച്ച് ചെയ്ത പിക്ചർ ആണെങ്കിൽ എപ്പോഴും ബെറ്റർ ആണേ. അത് എന്തൊരു കാര്യത്തിലും, എവിടെയെന്നല്ല ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ് പഠിക്കുന്ന സമയത്ത്. And the next point is so as to increase safety, it's the best practice to have 360 coverage with the active warnings, enhancing the chance of the vehicle being seen from all sides. ഇത് ഇങ്ങനെ ലൈറ്റ്സ് നമ്മള് ഇപ്പോ എമർജൻസി ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും, നമുക്ക് പോവാം അല്ലെ, സൗണ്ട്സും ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. സോ അത് കുറച്ചുകൂടി സേഫ്റ്റി ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആംബുലൻസ് ആണ് പോകുന്നതെന്നും കുറച്ചുകൂടി സേഫ്റ്റി അതിലേയും കുറച്ച് ഇൻക്രീസ് ചെയ്യും. ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന 360 കവറേജ് വാണിംഗ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ വാണിംഗ് മീൻസ് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റും. അതാണ് കുറച്ചുകൂടി എന്താണ് ചാൻസ് കുറച്ചുകൂടി സേഫ്റ്റി കൂട്ടാനും നമുക്ക് പറയുന്ന കവറേജ് കൊടുക്കാനും ആക്റ്റീവ് വാണിംഗ് കവറേജ് കൊടുക്കാനും സഹായിക്കുന്ന ഒരു എന്താണ് വാണിംഗ് ആണ് എന്ത് ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, ലൈറ്റ്സ് ആണ് മെയിൻലി ആംബുലൻസിന്റെ ലൈറ്റ്സ് ആണ് വരുന്നത്. ഇപ്പോ പാസീവ് വിഷ്വൽ വാണിംഗ്സിൽ കുറെ സിമ്പിൾസ് ആണെങ്കിൽ അല്ലെ, കുറെ സ്റ്റിക്കേഴ്സ് ആണ് നമ്മള് ആംബുലൻസ് നമ്മൾ സ്റ്റിക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ പാസീവ് വിഷ്വൽ വാണിംഗ്സിൽ സ്റ്റിക്കേഴ്സ് ആണ്, പിക്ചേഴ്സ് ആണെങ്കിൽ ഓരോ സിമ്പിൾസ് ആണെങ്കിൽ, ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്സിലേക്ക് വരുമ്പോൾ ലൈറ്റ്സ് ആണ്. ഓക്കെ, കുറച്ചൊരു അട്രാക്ട് ചെയ്യുന്നത് ലൈറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യാനും കുറച്ചൊരു സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ പാസീവും ആക്റ്റീവും ക്ലിയർ ആയോ? ഇപ്പം പറഞ്ഞ 3-4 പോയിന്റ് ഒന്നുകൂടെ പറയാമോ? മൂന്നാമത്തെ പോയിന്റ് ടെക്നോളജീസിന്റെ മൂന്നാമത്തെ പോയിന്റ് 4ാമത്തെ പോയിന്റ് ഒന്ന് പറയാമോ? അത് third point, there are several technologies presently used in achieve the flashing lights effect. അതായത് നമ്മള് ഇപ്പൊ പ്രസന്റ് ടെക്നോളജീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാഷിംഗ് ലൈറ്റ്സ് ആണ് അല്ലെ. ആംബുലൻസിൽ ഫ്ലാഷിംഗ് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈറ്റ്സ് കാണാറില്ലേ നൈറ്റ്? എങ്ങനെയാണ് ആംബുലൻസിലെ ടോപ്പിൽ മാത്രം ലൈറ്റ്സ് ആണ് ഉള്ളത്? അല്ലല്ലോ, ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റ്സ് ഉണ്ട്, റെഡും ബ്ലൂ ആംബറൊക്കെ ആയിട്ടുള്ള കുറച്ച് ലൈറ്റ്സ് ഉണ്ട്. സോ ഈ ലൈറ്റ്സ് എല്ലാം ഓണാക്കിയിട്ടാണ് ആംബുലൻസ് നൈറ്റിലൊക്കെ എന്തായാലും പോവാം അല്ലെ. അപ്പൊ കളർ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫ്ലാഷിംഗ് ലൈറ്റ്സ് ആണ് പറയുന്നത് മെയിൻലി. ഫ്ലാഷിംഗ് ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് ഹാലോജനും കൂടെ ഉണ്ട്. ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലോജൻ, ബൾബ് ആ ലൈറ്റ് നമ്മുടെ ആംബുലൻസിന്റെ ടോപ്പിലുള്ള ലൈറ്റ്സ് ഗ്രൂപ്പിൽ ഇമേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കയറി നോക്കാം. അപ്പോ ആംബുലൻസിന്റെ മുകളിലുള്ള ലൈറ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, ജസ്റ്റ് സ്റ്റക്ക് ചെയ്യുന്നതല്ല, റൊട്ടേറ്റ് ചെയ്യുന്ന ലൈറ്റ്സ് ആണ്. അതിനാണ് റൊട്ടേറ്റിംഗ് ഹാലോജൻ എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, മനസ്സിലാവും. പിന്നെ സ്ട്രോബ് ലൈറ്റ്, അതും ഞാൻ പറഞ്ഞു പിക്ചർ ഗ്രൂപ്പിലുണ്ടെന്ന് നോക്കൂട്ടോ, അപ്പൊ ക്ലിയർ ആവും. ഇത്രയും ലൈറ്റ്സ് ആണ് നമ്മൾ ഈ പ്രസന്റ് ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. ഓക്കെ, അത് കുറച്ചുകൂടെ ലാസ്റ്റ് പോയിന്റിലെ പോയാണെങ്കിൽ ഇതെല്ലാം, അതായത് ഈ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് മോസ്റ്റ്ലി എന്താണ് കുറച്ചുകൂടി സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. 360 കവറേജ് നമുക്ക് വാർണിംഗ്സ് കൊടുക്കാനും പറ്റും, കുറച്ചുകൂടി സേഫ്റ്റി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. ലൈറ്റ്സ് ആണ് നമ്മുടെ ഫുള്ള് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലൈറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ? നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഇതിന്റെ പോയിന്റ്സിൽ കണ്ടന്റ് വളരെ ചെറുതാണ്. ഇംഗ്ലീഷിൽ ഒരു വലിയ പാരഗ്രാഫ് ആണെങ്കിൽ അതിന്റെ കണ്ടന്റ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. എപ്പോഴും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് വായിക്കുമ്പോഴും അങ്ങനെ ശ്രദ്ധിച്ച് വായിക്കാൻ നോക്കാം. മീൻസ് ഓരോ സെന്റൻസും വായിച്ചിട്ട് മീനിങ് പറയരുത്, മണ്ടത്തരമാണ്. ഓരോ സെന്റൻസിനും മീനിങ്സ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, 1, 2, 3 സെന്റൻസ് കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു മീനിങ് കിട്ടുക. മനസ്സിലായോ? അങ്ങനെ പഠിക്കാൻ ശ്രദ്ധിക്കൂട്ടോ. എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാം.
അപ്പൊ ഇതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓഡിബിൾ വാർണിംഗ്. ഓഡിബിൾ വാർണിംഗ് എന്തായിരിക്കും? പേര് കേൾക്കുന്ന പോലെ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? ഞാൻ ഫാൻ ആക്കേണ്ടി വരും. വോയിസ് ക്ലിയർ ആണോ? എന്റെ വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ അല്ല എല്ലാം ഉറപ്പിക്കുണ്ടോ? ക്ലിയർ ആണോ? ഞാൻ ഫാൻ ആക്കേണ്ടി വരും. ഇല്ല. നിങ്ങൾ ഫാൻ ഓഫ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നോ? നമുക്ക് സംശയമുണ്ട്. മിസ് എന്തിനാ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ഇന്നലെയൊക്കെ അവർ വേറെ ക്ലാസ്സിലായിരുന്നു. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ആണോ? അറിയില്ല. അവിടെ നല്ല അവിടെ നല്ല കാറ്റുണ്ടെന്നാ തോന്നുന്നു. അന്നും ഇതുപോലെ സൗണ്ട് വന്നിട്ടാണ് ക്ലാസ് മാറ്റിയത് ആണോ? സൗണ്ട് അല്ല, കേൾക്കാൻ പറ്റാത്തതാണോ? റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു മാം. ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ. അതെ. റേഞ്ച് ഇഷ്യൂ. എനിക്ക് വോയിസും ഇല്ലായിരുന്നു, വീഡിയോ ഇല്ലായിരുന്നു. ആ ഓക്കെ. ചിലർക്കുള്ളൂല്ലോ. നിങ്ങൾ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഞാൻ കുറച്ചും ഫാൻ ഉള്ളൂ. എനിക്ക് കൊടുക്കും. ക്ലിയർ ആണ്. ഞാൻ ടയേർഡാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. മതി. ഫാൻ ഇട്ടോട്ടെ. ഞാൻ ഓഫ് ചെയ്തു. നിങ്ങൾ നോക്കൂ, ഫാൻ ഓൺ ചെയ്യുമ്പോ സൗണ്ട് ഉണ്ടാവും നോക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ പറയണേ, നമുക്ക് വേണ്ടി ക്ലാസ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ പറയും. സൗണ്ട് ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? പറ. ക്ലിയർ ആണ്? ഇല്ല ഇല്ല ഇല്ല, സൗണ്ട് ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പോ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഓക്കെ ആണ്. ശ്രദ്ധിച്ചിട്ടോ കേട്ടോ. ഇനി ഓഡിബിൾ വാർണിംഗ് ആണ്. ഓഡിബിൾ വാർണിംഗ് നമുക്ക് അറിയാലോ എന്താണ്. ആംബുലൻസ് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്? അതാണ് ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. Besides visual warnings, ambulance can be equipped with audible warnings, sometimes known as sirens, which can alert people and vehicles to the presence of an ambulance before they can be seen. Okay? അതായത് സൈറൻസ് ഇട്ടായിരിക്കും ഒരു ആംബുലൻസ് വരാം. അപ്പോ ആംബുലൻസിനെ കണ്ട് വഴിമാറുന്നതിനേക്കാൾ നല്ലത് ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ എത്രയോ മുന്നേ നമ്മൾ സൗണ്ട് കേൾക്കും അല്ലെ? അപ്പൊ നമുക്ക് ആംബുലൻസ് വരുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നേരത്തെ തന്നെ നമുക്ക് സൈഡ് മാറിക്കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ഇത് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. Besides visual warnings, visual warningsിനെ കൂടാതെ ambulance can be equipped with audible warnings, sometimes known as sirens ആണ്, which can alert people, ആൾക്കാരെ അലേർട്ട് ചെയ്യാനാണ്, and vehicles to the presence of an ambulance before they can be seen. അവര് ആംബുലൻസ് കാണുന്നതിന് മുൻപ് തന്നെ ഒരു സൗണ്ട് കേട്ടിട്ട് എന്താണ് സൈഡ് മാറി കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് സൈറൻസ് അല്ലെ ഓഡിബിൾ വാർണിംഗ്സ് യൂസ് ചെയ്യുന്നത് in ambulance. The second one, the first hearable warnings were mechanical bells mounted to either the front of roof of the ambulance. First നമുക്ക് കേൾക്കാൻ പല രീതിയിൽ സൗണ്ട്സ് വരില്ലേ അല്ലെ? സൈലൻസ് അല്ലാതെ തന്നെ ബെൽസ്, മെക്കാനിക്കൽ ബെൽ സൗണ്ട് വരും. അതാണ് പറയുക. ഫസ്റ്റ് നമ്മുടെ ഗിയർ ചെയ്യുന്ന വാർണിംഗ്സ് ഏതാണ്? മെക്കാനിക്കൽ ബെൽസ് ആണ്. അത് പറയുന്ന ആംബുലൻസിന്റെ ഫ്രണ്ട് ഓഫ് റൂഫിലാണ് സൗണ്ട് വരുന്നത് കേട്ടോ. അവിടെയാണ്. And third one is the most modern ambulances are now equipped with electronic sirens, which produce a range of different noises which ambulance operators can use to attract more attention to themselves, especially when advancing through an intersection or in heavy traffic. ആംബുലൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട്സ് അവരെ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെ? അങ്ങനെ സൗണ്ട്സ് വ്യത്യാസം വരാറുണ്ട്. സെയിം സൗണ്ട്സ് തന്നെയാണോ ആംബുലൻസിലുള്ളത്? അല്ല, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട്സ് ഉണ്ട്. സോ അത് എന്താണ് പെട്ടെന്ന് അലർട്ട് ചെയ്യിക്കാനും പിന്നെ എനിക്ക് തോന്നുന്നു എമർജൻസി അല്ലെ, കുറച്ചൊരു എമർജൻസി ആണെങ്കിൽ കുറച്ചൊരു ഭയങ്കര സൗണ്ടും അല്ലെ, നോർമൽ ആണെങ്കിൽ വേറെ സൗണ്ടും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്, അങ്ങനെയാണ്, അങ്ങനെയായിരിക്കാം. ഓക്കെ, അപ്പോ അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണ് എന്നുള്ളത്.
എന്തായാലും ആംബുലൻസ് വരുമ്പോൾ നമ്മൾ സൈഡ് ഇടുന്നാറുണ്ട്, പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പോ കുറച്ചുകൂടെ ഹെവി അറ്റൻഷൻ കിട്ടാനായിട്ടാണ്, കുറച്ചുകൂടെ നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗണ്ട്സിന് ഡിഫറെന്റ് നോയിസസ് അവിടെ ആംബുലൻസിൽ ഉള്ളത്. അപ്പോ മോഡേൺ ആംബുലൻസിലാണ്, പഴയതല്ല, മോഡേൺ ആംബുലൻസിലാണ് now equipped with electronic sirens. ഓക്കെ, ഇലക്ട്രോണിക് സൈറൻസ് ആണ് നമ്മുടെ മോഡൽ ആംബുലൻസിൽ ഇപ്പോൾ ഉള്ളത്. ആൻഡ് അത് എല്ലാവരും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട്സ് ആണ്. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും, അങ്ങനെ പെട്ടെന്ന് എഴുതി ചെയ്ത് പഠിക്കുക. അതാണ് കുറച്ചുകൂടി ഈസി മെത്തേഡ്. അതിനാണ് ലേണിംഗിൽ കുറച്ചുകൂടി ഈസി മെത്തേഡ് ഫോളോ ചെയ്യും എപ്പോഴും. പണ്ടത്തെ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കാതെ അല്ലാതെ എഴുതി ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം ഏറ്റവും നല്ലത്. ഓക്കെ, യാ, that's the third one. And the fourth one is a new development is the use of RDRs, radio radar system of car radios. അതായത് ഇപ്പോ എല്ലാ ആംബുലൻസിലും ഈ പറയുന്ന RDRs ഉണ്ട്. RDRs എന്താണ്? RDRs അറിയോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന അന്ന് പറഞ്ഞ പോലെ തന്നെ വിതൗട്ട് വയർലെസ് ഇപ്പോ വാക്കി ടോക്കി ഞാൻ പറഞ്ഞില്ലേ, മറന്നു അത്. റേഡിയോ ഏതിലായിരുന്നു അത്, ഓർക്കുന്നുണ്ടോ? ടൂ-വേ റേഡിയോ എക്യുപ്മെന്റ്സിൽ ടൂ-വേ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വിതൗട്ട് വയർലെസ്. വയർലെസ് ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് വാക്കി ടോക്കി ആണ്. സോ അത് നമ്മൾ ആംബുലൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂ ഡെവലപ്മെന്റ് ആണ്. Okay, and the last point is that the ambulance is okay. The ambulance is equipped with a short-range FM transmitter which formulates the radio of all cars within range. അതായത് റേഞ്ച് ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, FM means ഒരു കൈൻഡ് ഓഫ് വൈഫൈ ആണെന്ന് പറഞ്ഞല്ലോ അല്ലെ. സോ അത് നമുക്ക് എന്താണ് വിതൗട്ട് വയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്? ഇതെല്ലാം നമ്മുടെ എക്യുപ്മെന്റ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായോ? റേഡിയോ ഡാറ്റാ സിസ്റ്റം എന്താണെന്നും FM ട്രാൻസ്മിറ്റർ എന്താണെന്നും എക്യുപ്മെന്റ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സ് ആംബുലൻസിലുണ്ട്. ഇപ്പൊ ഓഡിയോ വാർണിംഗ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അത് എന്താണ്? സൈലൻസ് ആണ്. ഓക്കെ, സൗണ്ട് ആണ്. നമ്മള് സൗണ്ട് കേട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. ആംബുലൻസ് വരുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ്സ് വൺ ഓഫ് ദ warnings is a audible warning. അപ്പൊ ഈ മൂന്ന് വാർണിംഗ്സും ക്ലിയർ ആയോ? പാസീവ് വിഷ്വൽ വാർണിംഗ് and then active visual warning, and last one is a audible warning. These three are clear? Yeah. Okay. Okay, so just read that paragraph or these three questions. Okay, no, I should okay. First parayuda.
ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്നുമില്ലല്ലോ? മാം ഇൻകാൻഡിസെന്റ് ലൈറ്റ് എന്തോ മീനിങ് പറയുന്നത്? ഇൻകാൻഡിസെന്റ് ലൈറ്റ് ആക്റ്റീവ് വിഷ്വൽ വാണിച്ചിലെ മൂന്നാമത്തെ പോയിന്റ് ഇല്ലേ? ഇൻകാൻഡിസെന്റ് ലൈറ്റ്സ് അതെന്തോ അർത്ഥം മീനിങ് വരുന്നത്? നമ്മൾ നോർമൽ ബൾബില്ലേ, അതും കൂടെ ഒന്ന് ടെക്സ്റ്റ്, അതും കൂടെ ഒന്ന് സെർച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ നോർമൽ ബൾബില്ലേ, ട്യൂബ് അല്ലാതെ ബൾബില്ലേ, ആ ബൾബ് സെർച്ച് ചെയ്തോ. ഓക്കെ, അപ്പൊ കാണാൻ പറ്റും. ഓക്കെ, yeah, clear. So we moving on to the next portion as a cost. The ചെലവുകൾ എന്തൊക്കെയാണ്? The ambulance ride cost can be paid from several sources, and this will relay the local situation or kind of services being provided by whom and to whom. അതായത് ആംബുലൻസിന്റെ ചെലവുകള് പൊതുവെ പല സോഴ്സുകളിൽ നിന്നും നമ്മൾ ചെലവ് വഹിക്കാൻ പറ്റും, പല സോഴ്സുകളിൽ നിന്ന് ചെലവ് ചെയ്യാൻ പറ്റും. അത് സിറ്റുവേഷൻസിനെ ആശ്രയിച്ചിരിക്കും. റിലേ മീൻസ് ആശ്രയിക്കുക എന്നാണ് കേട്ടോ. അപ്പോ പല സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷനും ബേസ് ചെയ്തായിരിക്കും ചെലവുകൾ ആര് വഹിക്കണം, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് പൊതുവെ ആംബുലൻസിന്റെ കോസ്റ്റ് അഫോർഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന്? ഏതൊക്കെയാണ്? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഇത്രയും സോഴ്സിൽ നിന്നാണ് ആംബുലൻസിന്റെ കോസ്റ്റ് നമ്മൾ വഹിക്കുന്നത്, ചെലവ് വഹിക്കുന്നത്. The first one is the government funded service. The first or the majority part of the cost of transport by ambulance is borne by the local, regional or national government through their ordinary taxation. അതായത് ഭൂരിഭാഗം ഈ ആംബുലൻസിന്റെ മുഴുവനായതോ അല്ലെങ്കിൽ മെജോറിറ്റി പാർട്ട് അല്ലെങ്കിൽ എന്താണ് പറയാ, ഫുൾ ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് മെജോറിറ്റി ആയിട്ടും കോസ്റ്റ് വഹിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അതായത് ആരാകുമ്പോ ലോക്കൽ, റീജിയണൽ, നാഷണൽ ഗവൺമെന്റ് ആണ്. ഭൂരിഭാഗവും അല്ലെങ്കിൽ ഭൂരിഭാഗമായിട്ടും അല്ലെങ്കിൽ ഫുൾ ആയിട്ടും ഈ പറയുന്ന ആംബുലൻസിന്റെ കോസ്റ്റ് വഹിക്കുന്നത് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആണ്. ഓക്കെ, ആംബുലൻസ് ഈസ് ബോൺ എന്താവും? താങ്ങുക എന്നാണ് കേട്ടോ. താങ്ങുക, ചെലവ് താങ്ങുക ചെയ്യുന്നത് പറയുന്ന ഗവൺമെന്റ് ആണ്. അത് ലോക്കൽ ആകാം, റീജിയണൽ ആകാം, നാഷണൽ ആവും, നാഷണൽ ഗവൺമെന്റ് ആണ്. മനസ്സിലായോ? The full or the majority part of the cost of transport by ambulance is borne by the local, regional or national government. ഞാൻ ഓരോ പോർഷന്റെ മീനിങ് പറഞ്ഞതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് വായിക്കുമ്പോ ഇത് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്? ഞാൻ മീനിങ് പറഞ്ഞത് ജസ്റ്റ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് മീനിങ് പറഞ്ഞിട്ട് ആ സെൻസ് വായിക്കുമ്പോൾ ഇത് ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത് ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നതാണ് ഗവൺമെന്റ് ആണ്. And the second one is privately funded service. Cost of ambulance transport should be by themselves or through their insurance company. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റ്ലി നമ്മളതിന്റെ കോസ്റ്റ് നമ്മൾ തന്നെ വഹിക്കാറുണ്ട്. അത് ഒന്നിനും നമ്മൾ തന്നെ വഹിക്കും, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി ത്രൂ അത് ആ ചെലവ് വഹിക്കുന്നതാണ്. അതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ആംബുലൻസ് വിളിച്ചാൽ നമ്മൾ ആ കോസ്റ്റ് നമ്മൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ത്രൂ ആ കോസ്റ്റ് നമ്മൾ ചെയ്യും. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. And the third one is a charity funded service. Transport by ambulance may be given free of charge to patients by charity, although contributions may be sought for service received. Charity അറിയാലോ, ഫ്രീ ആയിരിക്കും, ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും, സോ അത് ഫ്രീ സർവീസ് ആയിരിക്കും ചാരിറ്റി. ഓക്കെ, അപ്പൊ അത് അങ്ങനെ കൈൻഡ് ഓഫ് സോഴ്സ് ഉണ്ട് കേട്ടോ. ചാരിറ്റി ഒരു സോഴ്സ് ആണ്. And the last one is hospital funded service. Hospital may provide the ambulance transport free of charge on the condition that patients use the hospital services, which they may have to pay for. Okay, ചിലപ്പോ ഹോസ്പിറ്റൽ അത് ഈ ചിലവ് വഹിക്കും, സംടൈംസ് ചിലപ്പോ അത് നമ്മൾ തന്നെ അത് പേ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ബേസിൽ ചില കുറവുണ്ടാകാം. മനസ്സിലായോ? അപ്പൊ ഈ 4 സോഴ്സ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഇസ് ഗവൺമെന്റ്, then private, then charity and hospital. These are the 4 source
you pay ambulance flight cost. Clear? Okay. എത്ര പെട്ടെന്നാണ് ഓരോ പോയിന്റ്സ് കഴിയുന്നത്? ഇതിപ്പോ എനിക്ക് 2 ക്ലാസ് കൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാലോ. അത് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഇരിക്കേണ്ടി വരുമോ? വരും. മാം നമുക്ക് റിവിഷൻ നടത്താം. റിവിഷൻ നടത്താം. ഓക്കെ. Yeah. Next one നോക്കാം ട്ടോ. 108. മിസ്സിന്റെ ഡാൻസ് മറന്നു പോയാതാ. ഇത് പിന്നെ പറയുന്നതിനാ. ഞാൻ ഡാൻസ് കളിക്കൊന്നുമില്ല. കൊള്ളാട്ടോ നിങ്ങള്. ജൂതട്ടിക്കല്ലേ? ഇപ്പൊ തീരുമാനാക്കാം. ജൂതട്ടിക്ക് ഞാൻ ബ്രേക്ക് തരും. ഞാൻ അങ്ങോട്ട് പോകും. കഴിഞ്ഞൊരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഞാൻ ഡാൻസ് കളിച്ചു എന്നങ്ങൾ വിചാരിക്കുക. കണ്ടു കാണാം. അത് പറഞ്ഞപ്പോഴാണ് ഈ സാറ്റർഡേ ഡാൻസ് ഉണ്ട്. അപ്പൊ അത് കാണാട്ടോ. അത് മിക്കവാറും പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടീച്ചേഴ്സിന്റെ ഡാൻസിന് നല്ല വ്യൂസ് ഉണ്ടെന്നേ. പിന്നെ ഇനി അവര് പോസ്റ്റ് ചെയ്യാതിരിക്കുവോ? അതുകൊണ്ട് എനിക്ക് ഇനിയും അത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അത് എന്നെ എടുക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ ഡാൻസിന്റെ പാറ്റേൺസ് ഒക്കെ ഒന്ന് മാറ്റി. അപ്പൊ ഈ ആരൊക്കെ അറിയില്ല. നമുക്ക് നോക്കാം. വിചാരിച്ച് കളിക്കുന്ന ആരാണ് കൂടി നോക്കണം. കളിക്കുന്നത് ആരാന്ന് കൂടി നോക്കണം. ടോൺ എങ്ങനെയാണ്? നമ്മള് ടെക്സ്റ്റ് ചെയ്യില്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ടോൺ ആയിരിക്കില്ല വായിക്കുന്നവര് അത് വായിക്കുമ്പോ. ചുമ്മാ കളിക്കുന്നതാണോ? ചുമ്മാ കളിക്കുന്നതാണോ? അതായത് നമ്മള് കോൺവെക്കേഷൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വീക്കിലി അല്ലെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോ കോൺവെക്കേഷൻ വരും. ഓരോ ബാച്ച് പാസ് ഔട്ട് ആയി പോകുമ്പോൾ ഓരോ കോൺവെക്കേഷൻസ് ഉണ്ട്. സോ എല്ലാ കോൺവെക്കേഷനും ടീച്ചേഴ്സിന്റെ ഡാൻസ് മസ്റ്റ് ആണ്. അത് നിർബന്ധമാണ്. കാരണം അതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് കളിച്ചില്ല. കാരണം നമുക്ക് തന്നെ മാറ്റി വെക്കാം. എല്ലാ വീക്കിലും ഇപ്പോ 2 ആഴ്ച കൂടുമ്പോ ഉണ്ട്. ഇപ്പോ ജനുവരി 10th ഉണ്ടായിരുന്നു. ഇപ്പോ 24th അപ്പോ ഇതുപോലെ കോൺവെക്കേഷൻ വന്നപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിച്ചില്ലായിരുന്നു. വേണ്ടാന്ന് വെച്ചു. എന്തോ സ്റ്റേജിനെ കുറിച്ച് എന്തൊക്കെയോ ആയതുകൊണ്ട് മാറ്റി വെച്ചു. പക്ഷേ കോൺവെക്കേഷന് വന്ന സ്റ്റുഡൻസും പാരന്റ്സും ഒക്കെ ഭയങ്കര സീനായിരുന്നു. അവര് വന്ന മാനേജ്മെന്റിനോട് ചോദിച്ചു എന്തുകൊണ്ട് ടീച്ചേഴ്സും ഡാൻസ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ അത് കാണാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങൾ അത് കാണാൻ വേണ്ടി കൂടെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞതേ. പിന്നില്ലേ ഡാൻസ് അങ്ങനെ മസ്റ്റാക്കി ടീച്ചേഴ്സ് എന്തായാലും കളിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് ഭയങ്കര സീനായിരുന്നു. പിന്നെ ഇതുവരെ കളിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോ അവര് ചോദിക്കും, സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാരന്റ്സ് ഒക്കെ ചോദിക്കും എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഇപ്പോ ടീച്ചേഴ്സ് പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് കുറച്ച് ഡാൻസ് കളിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോ ഫുള്ള് ബിസിയാണ്. നിങ്ങൾ എല്ലാവരും കാണാറ്. എന്തോ ഞാൻ ഉദ്ദേശിച്ചതേ, മിസ് പറഞ്ഞില്ലേ വ്യൂവേഴ്സ് കൂടുതലാന്ന്. അതാ ഉദ്ദേശിച്ച്. ആരെ കളിക്കണേം കൂടി നോക്കണമെന്ന്. ടീച്ചേഴ്സ്മാരല്ലേ, പിന്നെ ടീച്ചർ ഉണ്ടല്ലോ. അങ്ങനെ യെസ്. അതുപോലെ നമുക്ക് അത്യാവശ്യം കുറെ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ബിസിയാണ്. ഡാൻസ് ഉണ്ട്, അല്ലാതെ നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കണം. ഇതെല്ലാം പണിയുണ്ടെന്ന് അറിയോ? പക്ഷെ രസമാണ്. ഞങ്ങൾ കളിക്കുമ്പോ നൈസ് ഉണ്ടോ മിസ്സേ? അപ്പൊ നിങ്ങളുടെ കോൺവെക്കേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യൂ. ആദ്യം പഠിപ്പിക്കൂന്ന് കൊള്ളാട്ടോ. നിങ്ങൾ തന്നെ സംസാരിക്കുകയും ചെയ്യും, നിങ്ങൾ തന്നെ പഠിപ്പിക്കാൻ പഠിപ്പിക്കും. ഓക്കെ. ഈ 2 മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? എന്റെ സമയമാവും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും സീരിയസ് ആയിട്ട്. അപ്പൊ 108 എമർജൻസി സർവീസ് ആണ്. എല്ലാവർക്കും അറിയാലേ. 108 വിളിച്ചാൽ എമർജൻസി വരും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ സർവീസ് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. How it works. When an emergency is intimated through 108, the caller collects the needed basic information and sends option services. Primary information got includes. ഓക്കെ. അതായത് നമ്മൾ 108 വിളിക്കുമ്പോ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ.
ഉറക്കം വരുന്നതോ? ശ്രദ്ധിച്ചിരിക്കൂ. ഉറങ്ങിയിട്ട് വേണം ഇനി ഓരോ ഡൗട്ട് ചോദിച്ചു വരാൻ. ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ. ഞാൻ ഡൗട്ട് പറഞ്ഞില്ല. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും ക്ലാസ്സിലെ. മിസ്സേ ഓപ്റ്റ് ആണോ ആപ്പ് ആണോ? APT ആണോ OPT ആണോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താ? APT. അപ്പൊ ആപ്റ്റ് ആണ്. ഞങ്ങളുടെ ടെക്സ്റ്റ് നോക്കണ്ട. ഞങ്ങളുടെ ടെക്സ്റ്റാണ് കറക്റ്റ്. ഓക്കെ, ആപ്പ് സർവീസ് ആണ്. ആൻഡ് നമ്മൾ ഒരു ഏതൊക്കെ ഇൻഫർമേഷൻസ്, പ്രൈമറി ഇൻഫർമേഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം കേട്ടോ. Where the call is based from, emergency type, number of people injured and the state of the injured, the caller's name and the contact number for location guidance if needed. അതായത് നോട്ടേറ്റിൽ വിളിക്കുമ്പോൾ നമ്മൾ എവിടെന്നാ വിളിക്കുന്നത്, അതുപോലെ ഏത് തരം എമർജൻസി ആണെന്ന് പറയാം. ഒരുപാട് എമർജൻസി ഉണ്ട്. അപ്പൊ അതിന്റെ ടൈപ്പ് ഏത് ടൈപ്പ് ആണെന്ന് പറയാം. അതുപോലെ എത്ര ആൾക്കാർ ഇൻജോർഡ് ആയിട്ടുണ്ട്, അപ്പൊ അതിന്റെ സീരിയസ്നെസ് കൂടെ ഒന്ന് പറയാം. നമ്മൾ വിളിക്കുന്ന ആളുടെ പേരും ആ കോൺടാക്ട് നമ്പറും ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം അവരെ ആ കറക്റ്റ് ലൊക്കേഷനിൽ വരണ്ടേ. സോ ഇത്രയും കാര്യങ്ങളായിരിക്കണം നമ്മൾ നോട്ടേറ്റിൽ വിളിക്കുമ്പോൾ പറയേണ്ടത്. അത് പാനിക് ആവരുത്. നമ്മൾ വിളിച്ചു പറയുമ്പോൾ പാനിക് ആവില്ല. സോ പാനിക് ആവാതെ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുക. എന്നാൽ മാത്രമാണ് അവർക്ക് ആ കറക്റ്റ് ടൈമിൽ ആ കറക്റ്റ് ലൊക്കേഷനിൽ അവർക്ക് എത്താൻ പറ്റും. ഓക്കെ, then emergency help sent through this process is expected to reach the site of the emergency in advance, in an average of 80 minutes. Pre-hospital care will be given to patients who are transported to the nearest hospital. The service is generally free to patients. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു 18 മിനിറ്റ്സിലുള്ള എത്തണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, then 108 is generally by the EMRI, Emergency Management and Research Institute, across more than 10 states in India. Okay, അല്ല ഒരുപാട് ഇന്ത്യയിലെ തന്നെ ഒരുപാട് സ്റ്റേറ്റ്സിൽ ഈ പറയുന്ന എമർജൻസി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, and during an emergency situation, knowing what to do might save someone's life. Here are a few tips on what you should tell the emergency dispatcher while calling for an ambulance. Ambulance വിളിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണം, എന്തെല്ലാം കാര്യങ്ങൾ പറയണം നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് നോക്കാതെ. Be calm and tell the emergency operator the details of the type of emergency. അതെ, എമർജൻസി ഓപ്പറേഷനോട് നമ്മൾ കാം ആയിട്ട് സംസാരിക്കുക. എന്ത് തരത്തിലുള്ള എമർജൻസി ആണ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. സ്റ്റക്ക് ആവുന്നു, സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ല, ഹരിത റേഞ്ച് ചെക്ക് ചെയ്യൂ കേട്ടോ. ഹരിതക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. മാം ഇടയ്ക്ക് 2 സ്റ്റക്ക് ആയിരുന്നു, 3-4 പ്രാവശ്യം സ്റ്റക്ക് ആയിരുന്നില്ല, പിന്നെ വീണ്ടും തുടങ്ങിയത് സ്റ്റക്ക് ആയിരുന്നു മാം. ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ 108 നമ്മൾ വിളിക്കുമ്പോൾ എന്താണ് പുള്ളിയാണ് സംസാരിക്കേണ്ടത്. കുറച്ചൊരു കാമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പാനിക് ആകാതെ കാമായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് പറയാം. എമർജൻസി ടൈപ്പ് എന്ത് തരത്തിലുള്ള എമർജൻസി ആണെന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഈ പറയുന്ന എമർജൻസി ഓപ്പറേഷൻ ഒന്നും പറഞ്ഞു. Then you will be demanded to tell him or the address to where the ambulance should reach. That includes first call. അതായത് നമ്മള് വിളിക്കുമ്പോ നമ്മുടെ അഡ്രസ് കറക്റ്റ് ആയിട്ട് പറയും. ഇവിടെ വരണം എന്ന് അവർക്ക് അറിയണ്ടേ അല്ലേ? അപ്പൊ അഡ്രസ് കറക്റ്റ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് ഹോസ്റ്റൽ കോഡും കൂടെ പറഞ്ഞു കൊടുക്കുക. Your phone number may also be recorded for in case the operator wants to contact you for directions. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. അതായത് അവർക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ ഫോൺ നമ്പർ അവർക്ക് കൊടുക്കുക. Then he or she will also need the patient's age, sex, and any medical history you might return. അതായത് നമ്മള് വിളിക്കുമ്പോ പേഷ്യൻസിന്റെ ഏജും എന്താണ് സെക്സും അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഹിസ്റ്ററീസോ പറയാൻ പറ്റുവാണെങ്കിൽ അതൊന്ന് പറയാം. The operator will also need to know if the person is bleeding, if he or she is conscious and has chest pain and is breathing. Patient ഇപ്പൊ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞെടുക്കും. ബ്ലീഡിംഗ് ആണോ, അല്ലെങ്കിൽ കോൺഷ്യസ് ആണോ, അതുപോലെ എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ. അപ്പോ കറന്റ് സിറ്റുവേഷൻ, കറന്റ് കണ്ടീഷൻ പേഷ്യൻസിന്റെ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സോ അതും കൂടെ അറിഞ്ഞിരിക്കണം അവർ. Okay, then you will also be demanded to make clear the type of injury, emergency, and what caused the accident. Incident.
സോ ഇത്രയേ ഉള്ളൂ. കൈൻഡ് ഓഫ് എമർജൻസി, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്ന് പറയാം. ഇനി ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യൻസ് എന്തെങ്കിലും വേറെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്തെങ്കിലും ആണോ, സോ കൈൻഡ് ഓഫ് എമർജൻസി എന്താണെന്നും കൂടെ അവരോടൊന്ന് പറയാം. ഓക്കെ, അപ്പൊ 108 നമ്മൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? പേര് പറയണം. ഫസ്റ്റ് എന്ത് ചെയ്യാം? ആദ്യം മുതൽ നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? നമ്മൾ എവിടെ നിന്ന് വിളിക്കുന്നത് പറയാം, അതിന്റെ എമർജൻസി ടൈപ്പ് പറയാം, ദെൻ പേഷ്യൻസിന്റെ കണ്ടീഷൻ പറയാം, അതുപോലെ നമ്മുടെ നമ്പർ പേര് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ കാം ആയിട്ടിരിക്കുക. ടൈപ്പ് നമ്മൾ ക്ലിയർ ആയിട്ട് ഓപ്പറേഷൻ ഓർഡർ, എമർജൻസി, എന്ത് തരത്തിലുള്ള എമർജൻസി ആണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ദെൻ നമ്മുടെ അഡ്രസ് ഒന്ന് കൊടുക്കുക, എവിടെ എത്തണം അല്ലെ, അവർക്ക് അറിയില്ലല്ലോ. സോ അവരെവിടെ എത്തണം എന്നുള്ള രീതിയിൽ നമ്മുടെ അഡ്രസ് ഒന്ന് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ പോസ്റ്റൽ കോഡും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കാതിരിക്കും. ദെൻ നമ്മുടെ നമ്പർ കൊടുക്കുക. ഡയറക്ഷൻസ് അറിയണമെങ്കിൽ നമ്മൾ അവർ കോൺടാക്ട് ചെയ്യും. സോ അതിനുവേണ്ടി നമ്മുടെ നമ്പർ നമുക്ക് കൊടുക്കും. ദെൻ പേഷ്യൻസിനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം. എന്തൊക്കെയാണ് പേഷ്യൻസിന്റെ അറൌണ്ട് ഏജ് പറയാം. നമുക്ക് അറിയാവുന്ന പേഷ്യന്റ് ആണ് നമുക്ക് ഏജ് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അറിയാത്ത പേഷ്യന്റ് നമുക്ക് അറൌണ്ട് ഏകദേശം ഏജ് നമുക്ക് ഗസ് ചെയ്ത് പറയാൻ പറ്റും. സോ ഏജ്, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി അറിയാൻ വേണ്ടി പറയും. ഓക്കെ, കൈൻഡ് ഓഫ് ആക്സിഡന്റ് ഒക്കെയാണ് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. മെഡിക്കൽ ഹിസ്റ്ററി മീൻസ് അപ്പൊ കറന്റ് സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ റിക്ലേറ്റ് ചെയ്ത് പറയാം. ദെൻ പിന്നെന്താണ് പേഷ്യന്റ് കറന്റ് സിറ്റുവേഷൻ, കണ്ടീഷൻ, ബ്രീതിങ് ആണോ, കോൺഷ്യസ് ആണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീതിങ് ഉണ്ടോ, ഇതെല്ലാം അവർക്ക് ആ ഇൻഫർമേഷൻസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ദെൻ സെയിം എമർജൻസി ടൈപ്പ്, കൈൻഡ് ഓഫ് ഇത് ടൈപ്പ് ആണെന്ന് കുറച്ച് ക്ലിയർ ഇമേജ് അവർക്ക് കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 108 വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയേണ്ടത്. ഓക്കെ, എന്നാൽ മാത്രമാണ് നിങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 18 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ആ സ്പോട്ടിൽ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ആംബുലൻസ് റീച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോ 108 എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു പാസേജും കൂടെ വായിച്ചു നോക്കാം കേട്ടോ. ഇതിങ്ങനെ മനസ്സിലാക്കിയിരുന്നാ മതിയോ? അതോ അതിന്റെ ഇത് മനസ്സിലാക്കി ഇത് ആദ്യം മനസ്സിലാക്കി വെക്കും. ഓക്കെ, ചെയ്യേണ്ടതാണ് മനസ്സിലാക്കി വെക്കാം. പിന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു വെക്കാം. ടെക്സ്റ്റ് ഇല്ലാത്തതായിട്ടൊന്നും ഒരു മനസ്സിലായി. മൈൽഡ് റോസ് മിസ് ഒരു ഇന്നലെ മിനിങ്ങാന്ന് ഒരു ഇത് തന്നിരുന്നു, റിവിഷൻ ഇൻട്രൊഡക്ഷൻ പേജ് ആയിരുന്നു. ആകെ 150 വേർഡ്സേ ഉള്ളൂ, പക്ഷെ 150 ക്വസ്റ്റ്യൻ ഉണ്ടാകത്തുള്ളൂ. എനിക്ക് ഇന്നലെ മനസ്സിലായത്. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് പോയാൽ മതിയോ, അതോ ഓരോ ടേംസും ശരിക്കും മനസ്സിലാക്കി വെക്കണമെന്ന്? ഒത്തിരി ഉണ്ട് മിസ്സേ, എല്ലാം കൂടി ആകുമ്പോ ഒത്തിരി പാടാണ്, ഒത്തിരി ഉണ്ട്. ഞാനേ മാക്സിമം ഞാൻ നോക്കട്ടെ, ഞാൻ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു. എക്സാമിനല്ലേ ടെൻഷനുള്ളൂ അല്ലെ, ടേം എക്സാം അല്ലേ. ഞാൻ അതിൽ എനിക്ക് റിവിഷൻ ചെയ്യാൻ ടൈം ഉണ്ട്, പോർഷൻ തീർന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷ അല്ല വന്നത്, പെട്ടെന്ന് തീർക്കൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോ ഇവിടെ വരെ എടുക്കാന്ന് വിചാരിച്ചാണ്. 108 വരെയും വെച്ച് അവസാനിപ്പിക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് ഞാൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തത്. പക്ഷേ ഇതിന്റെ പോക്ക് കണ്ടിട്ട് മിക്കവാറും അത് ചെയ്യത്തില്ല. അപ്പൊ ഇന്നത്തോടുകൂടി എനിക്കൊരു ക്ലാസ് കഴിയുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയാം ഇങ്ങനെയൊക്കെയാണ്, കുറച്ചുള്ളൂ ഇനി, അതെ കുറച്ചുള്ളൂ. അപ്പൊ ആ ടൈമിൽ റിവിഷൻ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണ്ട. എന്റെ അവസ്ഥ ഇതാ. എന്താണിത്? എഴുതി പഠിക്കുക, ഒരു രക്ഷയില്ല. എഴുതി പഠിക്കുന്നോ? എന്താ എഴുതി പഠിക്കുന്നേ? എല്ലാ മിസ്സേ, എല്ലാ ടേംസും തിരിഞ്ഞു പോകുന്നു. അത് കാരണം ഞങ്ങള് എന്തേലൊക്കെ തലക്കകത്ത് എന്തേലും കേറണ്ടേ. എന്താ പറയാ, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, മനസ്സിലാക്കി നോക്കൂ. നിങ്ങൾക്ക് നമ്മൾ പഠിക്കുന്നതിൽ തന്നെ നമുക്കറിയാലോ നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ കിട്ടും. അപ്പൊ ആ രീതി ഒന്ന് ഫോളോ ചെയ്യൂട്ടോ. പഠിപ്പിയാതെ എന്തെങ്കിലും അല്ല, നിങ്ങൾ പരസ്പരം നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വന്നാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിന്ന് പറയാൻ വേണ്ടിട്ട് ആണോ? മാം ഇവര് ഗ്രൂപ്പില് റിവിഷൻ ചെയ്യുന്നുണ്ട് മാം, വാട്സപ്പ് ഗ്രൂപ്പിൽ റിവിഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ട് ആർക്കും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും.
ഓക്കെ, അത് ഇല്ല ഗ്രൂപ്പിൽ ഇല്ല. സെക്കൻഡ് മോഡിലെ പകുതി തീരാറായപ്പോ ചെയ്തത്. എന്തോ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ അടുത്ത മാത്രം ജോലി ചെയ്യാറില്ല. വീണ്ടും അടുത്ത ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത്, പഠിക്കുന്നതില് ഒരു ഈസി മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്താണ് ഈസി എന്നുള്ള ഈസി മെത്തേഡ് ഫോളോ ചെയ്യും. എഴുതി പഠിക്കാൻ ഞാൻ പറയുന്നത്, എഴുതി പഠിക്കുന്ന എന്തെങ്കിലും ഓക്കെ എങ്കിൽ അങ്ങനെ പോവാം. അല്ലാതെ വേറെ രീതിയിൽ പഠിക്കാൻ എങ്ങനെ പഠിക്കാൻ പറ്റും നമുക്ക്. ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമുക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്നൊരു കാര്യം, ഇപ്പോ എക്സാമ്പിൾ പറയാം, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പണ്ട് ഏതോ സ്കൂളിനകത്ത് ഹിസ്റ്ററി എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ഹിസ്റ്ററി. ഈ ചരിത്രമൊക്കെ പഠിക്കാൻ ഭയങ്കര പണിയാണ്, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഒട്ടും ഇഷ്ടമല്ല. ഞാനത് എന്തെങ്കിലും ഒരു എന്തൊരു ഫിലിമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ വെക്കും. ഫിലിമായിട്ട് നമുക്ക് ഫിലിം സ്റ്റോറി, മൂവിയുടെ നമ്മൾ സ്റ്റോറീസ് ഒരിക്കലും മറക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഒരിക്കലും അത് മറക്കില്ല. ഹിസ്റ്ററി താങ്ങില്ല, എനിക്കില്ല, ഇഷ്ടമില്ല. അപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ കഥ നമ്മൾ ഓർക്കില്ലേ? ഓരോ ഡയലോഗ് ആണെങ്കിലും എല്ലാം നമ്മൾ ഓർത്തിരിക്കുമല്ലോ. അപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഈ ചരിത്രമൊക്കെ എടുത്തിട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു ഫിലിം പോലെ നമ്മൾ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോ ശരിക്കും ഓർമ്മയുണ്ടാകും. അതുപോലെ ഈ പറയുന്ന പോലെ എല്ലാ ടേംസിനെ എടുത്തിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്ന പോലെ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ട്രിക്കി നെയിംസ് ഉണ്ടാവും. ചുമ്മാ ഒരു നിക് നെയിം ഒക്കെ കൊടുക്കാൻ പറ്റും ടേംസിനൊക്കെ. അങ്ങനെയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പഠിക്കാൻ പറ്റും. ഓക്കെ, പറ്റുമോ നോക്കൂ. അതൊക്കെ ഞാനെന്താ പറയാനാ, ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്യുന്നുണ്ട് മിസ്. മെഡിക്കൽ ടെർമിനോളജി ഞങ്ങൾ അങ്ങനെ കുറെയൊക്കെ ഒരു ഹിന്റ് വേർഡ്സ് വെച്ച് ഇന്നലെ പഠിച്ചു, അത് മനസ്സിലായി. പക്ഷെ അത് കഴിഞ്ഞപ്പോ അടുത്ത ചാപ്റ്റർ അവിടെ പോകും. തീരുമ്പോ പണി തന്നോണ്ടിരിക്കുകയാണല്ലേ. മിസ്സേ, അതെന്താന്നറിയോ, ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ബ്രെയിൻ ഒന്നും യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിരിക്കല്ലേ ഒരു ഭാഗത്ത്. ഇപ്പോഴല്ലേ വീണ്ടും ഒന്ന് എടുക്കണത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ലാഗ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, അത്രേ ഉള്ളൂ. ശരിയായിക്കോളും. ബ്രെയിൻ നമ്മൾ യൂസ് ചെയ്ത് ചെയ്യാറില്ല, ഇപ്പോഴും ചെയ്യുന്നുണ്ടോ നമ്മുടെ ബ്രെയിൻ? പിന്നെ നമുക്കൊന്നും പഠിക്കുന്നൊന്നും ബ്രെയിൻ നിൽക്കത്തില്ല, ചിലതൊക്കെ മറന്നു പോകും, ചിലത് മാത്രം കിട്ടും. അതുകൊണ്ടാണ് മെയിൻ ഒരു എന്തുവാ ടെൻഷൻ വരുന്നത് മെയിനായിട്ട് ഈ എക്സാമിന്. നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് വരും, അതുകൊണ്ടാണ്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബ്രെയിൻ ഒന്നും നിൽക്കത്തില്ല, ചിലത് മറന്നു പോകും, ചിലത് കിട്ടും, ചിലത് എഴുതും, അങ്ങനെ ആയിരിക്കും ഒരു ഇത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. ഞങ്ങളുടെ ബ്രെയിനൊക്കെ കുറെ മൊബൈലില് റീലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആയിട്ട് പഠിക്കുമ്പോഴേ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട് ടീച്ചറെ, അതാണ്. നമ്മൾ ശരിയാവും. വിളിക്കുന്ന ബ്രെയിൻ വരുന്നില്ല അല്ലേ? ബ്രെയിൻ വേറെ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പഠിക്കാതിരിക്കുമ്പോഴാണ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. എനിക്കറിയാം അത്. ഞാൻ കൊമേഴ്സ് കൊമേഴ്സ് ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. പഠിക്കുക, നമുക്ക് ഇഷ്ടത്തോടെ പഠിക്കൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇഷ്ടത്തോടെ പഠിക്കുക. ഇഷ്ടത്തോടെ പഠിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പാടല്ല. അങ്ങനെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എന്ത് പറയുന്നോ അതുപോലെ ആയിരിക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. ബോഡി മൈൻഡും റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും. ഈസിയാണ് എനിക്ക് പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കാത്ത റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ്സ് ആരും പറയുന്നത്, ഞാൻ എന്റെ മോണ്ടിസോറി സ്റ്റുഡൻസിനോട് ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവ്സ് ആരും പറയുന്നത്. ഓൺലി തിങ്ക് പോസിറ്റീവ്. മാം, ഞാൻ TTC കഴിഞ്ഞായിരുന്നു. TTC B+ ഗ്രേഡ് ഉണ്ടായിരുന്നു. TTC കംപ്ലീറ്റ് ആക്കിയതാ. എനിക്ക് ഇത് കണക്ക് തന്നെ ആയിരുന്നു, പറ്റത്തില്ല വിടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയതും ഒക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും B+ ഗ്രേഡ് ഉണ്ടായിരുന്നു. പഠിച്ച് അത് ഇത് കണക്ക് തന്നെ പഠിക്കുന്നത്, ഒക്കത്തില്ല എന്നെല്ലാം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു അവസാനം ജയിച്ചപ്പോ ആരും ഒന്നും മിണ്ടുന്നില്ല. ആ അവസ്ഥയായിരുന്നു. പഠിക്കാൻ പറ്റി. നല്ലതാരും പറയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നേ നല്ലതാരും പറയില്ല, മോശം പറയാൻ 100,000 ആൾക്കാരുണ്ടാവും, നല്ലത് പറയാൻ ആരും ഉണ്ടാവില്ല. അത് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. എക്സ്പെക്ടേഷൻ ആണ്. എക്സ്പെക്ടേഷൻ മേക്സ് എന്താണ് സാഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയാം, എന്ത് വേണമെന്ന് പറയാം. ഒരിക്കലും ഒന്നും അമിതമായിട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല. അമിതമായിട്ടൊന്നല്ല, ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കൊച്ചാണെങ്കിൽ കുറച്ച് ഞാൻ ക്ലാസ് ഒക്കെ തരാം, ഒന്ന് വെറുതെ ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാൻ. അതൊക്കെ പിന്നെ സൂപ്പർ ആട്ടോ. ഞാൻ എന്നെ തന്നെ സ്വയം നോക്കും, ഞാൻ അങ്ങനെയാണ്. അവരാരും നോക്കിയാലും ഞാൻ നോക്കും. ഓക്കെ, ഇടക്കിടക്കൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു. ചുമ്മാ ഇരുന്നോട്ടെ, എനിക്ക് നിങ്ങളോടെല്ലാം പറയാൻ പറ്റുമോ? എനിക്കിപ്പോഴും പറയാൻ പറ്റുമോ? അവരെന്നെ പുച്ഛിക്കും. അപ്പൊ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്നെ ഒന്നും പറയുമല്ലോ, നിങ്ങൾ കേട്ടിരിക്കും.
അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മള് നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല. എന്നെ കൊണ്ട് പറ്റും, സ്പീക്കർ ഒന്നല്ല, സ്പീക്കർ ആയി നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ എനിക്ക് സ്പീക്കർ ആവാനുള്ള കഴിവുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതും കൂടെ ഒന്ന് ചെയ്യാലോ. ചുമ്മാ രസമല്ലേ, സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും. ഞാൻ എങ്ങനെയാട്ടോ എപ്പോഴും ഇങ്ങനെയല്ല എങ്കിൽ പോലും ഹാപ്പി ആയിട്ടിരിക്കാം. ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അതുകൊണ്ട് മിസ്സിംഗ് ഒരു പോസിറ്റീവ്, മിസ്സിംഗ് ക്ലാസ് കുഴപ്പമില്ല, എനിക്ക് ഇനി ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പോസിറ്റീവ് ഉള്ളൂ. കോൺഫിഡൻസ് ആണ്. ഞാൻ 1 മണിക്കൂർ ഉണ്ടല്ലോ, ഒരു മണിക്കൂറുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ടീച്ചർ ഓക്കെ, ഇന്ന് ഭയങ്കര നിർത്തലാണല്ലോ എന്നെ. ഷോപ്പിംഗ് അല്ല സത്യം. ഈ ചിരി എന്തോ എന്നോടാണോ മിസ്, ഈ ചിരിയാ മിസ്സേ വേണ്ടിയതെന്ന്. ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ക്ലാസ്സിൽ. എനിക്ക് വയ്യ, എന്താ ഫുള്ള് ഞാൻ ഹാപ്പിയാണ്. കഴിഞ്ഞാൽ നമുക്ക് രക്ഷ. ഓ, ബുദ്ധി പഠിപ്പിച്ചാണോ നിങ്ങൾ പറയും? വിദ്യ പഠിപ്പിച്ചാണോ? ഇത് പഠിക്കണം എന്നാ പറയുന്നത്. എന്നോട് സംസാരിക്കണ്ട, ക്ലാസ് എടുക്കുക എന്നാ പറയുന്നത്. പഠിപ്പിയാണല്ലോ. ഓക്കെ, വിനയ കുഞ്ഞു കരയല്ല, സൗണ്ട് ഉണ്ട് കേട്ടോ. അയ്യോ അങ്ങനെയല്ല. ഓക്കെ, ഞാൻ വേറൊന്നുമല്ല കേട്ടോ പറഞ്ഞു വന്ന, വേറൊന്നുമല്ല. നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡ് ആണെങ്കിൽ ബോഡി ആണെങ്കിൽ റിയാക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റും എന്ന് മാത്രം നമ്മൾ പറയും. എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എക്സാമിന് കിട്ടുന്ന മാർക്ക് ഒന്നും അല്ല കേട്ടോ. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യുക, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇത്രയും നാൾ നിങ്ങൾ പഠിക്കുന്നത് എക്സാമിന് വേണ്ടിയായിരുന്നു. ഇത്രയും നാൾ ഇപ്പോഴും നിങ്ങൾ പഠിക്കുന്ന എക്സാമിന് വേണ്ടി തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, മണ്ടത്തരം. ഞാൻ അങ്ങനെ പറയുള്ളൂ. എത്ര പേര് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്? ഒന്ന് പറഞ്ഞേ, എത്ര പേര് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്? ഞാൻ നോക്കട്ടെ. വളരെ കുറച്ച് പേർക്കുള്ളൂ, വളരെ കുറച്ച്. ഇത്രയും സ്റ്റുഡൻസ് ഒക്കെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉണ്ടാകില്ല, ഷുവറാണ്. മിസ്സേ, ഞങ്ങളൊരു ഏകദേശം ഒരു 12 പേരൊക്കെ എപ്പോഴും ക്ലാസ്സിൽ കയറാറുള്ളൂ. പക്ഷെ സാറിന്റെ ക്ലാസ് സൂപ്പറാ. അറ്റൻഡ് ചെയ്തവർക്ക് അതിന്റെ ഒരു എഫക്റ്റ് അറിയുള്ളൂ. ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തന്നെ സാറിന്റെ ക്ലാസ് കാരണം കൊണ്ടാണ്. കാരണം ഞങ്ങള് പറഞ്ഞാല് വീട്ടിലെപ്പോഴും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളെ പിന്നെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ മിസ്സേ. അപ്പൊ ആരോടും നമുക്ക് അങ്ങനെ പുറത്തുള്ളവരോട് സംസാരിക്കാൻ നല്ല പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ ആരൊക്കെയാണ്, എന്നെ കൊണ്ടും പറ്റും എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കളിയാക്കല്ലേ ട്ടാ, ചുമ്മാ പറഞ്ഞാണ്. ചിലതൊക്കെ സത്യമുള്ള കാര്യമാണ്. ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. സാറ് പറയും തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നിങ്ങൾ പറയാന്ന് പറയുമ്പോൾ നമുക്കത് പറയാനുള്ള ഒരു ഇന്റൻഷൻ വരുന്നുണ്ട്. അല്ലെ ഇത്രയും നാൾ നമ്മളിങ്ങനെ മൂടി അതാണോ അതായിരിക്കുമോ ഇങ്ങനെ ഒരു സംശയങ്ങളാ. പക്ഷെ സാറിന്റെ ക്ലാസ് നമുക്ക് പറയാം, അത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ്, തെറ്റാണെങ്കിൽ സാർ തിരുത്തിയും തരും. പക്ഷെ നല്ല ഒരു കോൺഫിഡൻസ് ഈ ബാക്കി പിള്ളേരോടും കൂടി ഞങ്ങൾ പറയുക. ഇന്നലെ ഞങ്ങള് ഈ ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോ പറഞ്ഞതാ, സാറിന്റെ ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് കയറണം. വാല്യൂഡ് ആണ്, സത്യമായിട്ട് നമുക്ക് പറ്റില്ല. പോസിറ്റീവ് സപ്പോർട്ടാണ് സാറ് തരുന്നത്. ആ സാറിന്റെ ക്ലാസ്സിൽ പോസിറ്റീവ് സപ്പോർട്ടാണ് തരുന്നത്. മിസ്റ്റേക്ക് കൊണ്ട് സാറ് പറഞ്ഞു തരുകയും ചെയ്യും, നമ്മളോട് പറയിപ്പിക്കും. എന്തുണ്ടെങ്കിലും പറയാൻ പറയും. ഒരു മിസ്റ്റേക്ക് കൊണ്ട് കുഴപ്പം പറഞ്ഞോന്ന് പറയുന്നത്. നല്ല സപ്പോർട്ടിങ് ആണ് സാറിന്റെ ക്ലാസ്സിൽ എല്ലാ കാര്യം. ഇത് ഇന്ന് 40 പിള്ളേരുണ്ട് മിസ്സേ. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ അങ്ങറ്റം പോയ ഒരു 12, 13 അത്രേ നമുക്ക് കാണുള്ളൂ. മാക്സിമം പോയ ഒരു 20 സ്റ്റുഡൻസേ ഉള്ളൂ. മാക്സിമം ഉള്ളൂ. അറിയാം, എനിക്കറിയാം. അത്രയെങ്കിലും ഉണ്ടല്ലോ. ചില ബാച്ചില് 5 or 6 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇംഗ്ലീഷ് ക്ലാസ്സിൽ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? കാരണം ബാക്കി ഇംഗ്ലീഷ് ഒഴികെ ബാക്കി എല്ലാത്തിനും എക്സാം ഉണ്ട്. കാരണം നിങ്ങൾ പഠിക്കുന്ന എക്സാമിന് വേണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയും, എന്റെ സ്റ്റുഡൻസോട് എപ്പോഴും പറയുന്ന കാര്യം, എക്സാമിന് വേണ്ടി ഒരിക്കലും പഠിക്കുന്നു. എക്സാം ഒന്നുമല്ല. ഓക്കെ, ഇന്നത്തെ കാലത്ത് എക്സാം എന്നൊക്കെ വെറുതെയാണ്. മാർക്ക്, എനിക്ക് അത്രയും മാർക്ക് ഉണ്ട്, ഞാൻ ടോപ്പർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി ഉണ്ടോ? ഒന്നും ആലോചിച്ചു നിങ്ങള്. എവിടെയെങ്കിലും ജോലി ഉണ്ടോ? എങ്ങും കിട്ടില്ല. സ്കില്ലാണ് വേണ്ടോ? സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്കില്ല് നമുക്ക് നോളജും വേണം. എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു സാമാന്യം കുറച്ചെങ്കിലും അറിവ് നമുക്ക് വേണം. വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
ഈ വിദ്യാഭ്യാസം വേറെ വിവരം വേറെ. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾക്ക് വിവരമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. എത്രയോ പേരുണ്ട്, എത്രയോ പേര് നമ്മുടെ കൺമുന്നിൽ തന്നെ എത്രയോ പേരുണ്ട്, ക്വാളിഫൈഡ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ വിവരമില്ലെങ്കിൽ അയാൾ ഒന്നുമല്ല, വെറും സീറോയാണ്. അപ്പോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വേറെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്ക് സാമാന്യ ബോധവും വിവരവും എന്നൊക്കെ പറയുന്നു, അത് വേറെ. അതുകൊണ്ട് ഇനിയെങ്കിലും എക്സാമിന് വേണ്ടി ആരും പഠിക്കാതിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ലാംഗ്വേജ് ആണ്. നമുക്ക് ആ ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോവാം, എവിടെയും പോയി നമുക്ക് ഏത് ജോലിയും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കോൺഫിഡന്റ് ആയിട്ട് ഒരാളുടെ മുഖത്തേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും, എവിടെയും പോവാം. മനസ്സിലായോ? ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങള്. അത് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും പഠിച്ചെടുക്കാനേ ഞാൻ പറയും. സബ്ജക്ട് ഒക്കെയാണ്, സബ്ജക്ട് ജസ്റ്റ് പാസ് ആയാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കി പഠിക്കും. ഞാൻ എപ്പോഴും പറയില്ല മനസ്സിലാക്കി പഠിക്കാൻ, കാരണം ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിലാണ്. അതിനെ കുറിച്ച് ഒരു കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എക്സാം നിങ്ങൾ എന്തായാലും എക്സാമിൽ പാസ്സാവും, സർട്ടിഫിക്കറ്റും കിട്ടും. അല്ല മാർക്കൊന്നും ആരും നോക്കില്ല കേട്ടോ. സ്കില്ലുണ്ടോ അപ്പോയിന്റ് ചെയ്യും, കോൺഫിഡന്റ് ആണോ ഷുവർ ആയിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സാവും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എക്സാമിന് വേണ്ടി അടിച്ചടിക്കാൻ പാടില്ല. ഇതേ പറയാനുള്ളൂ. ഇത് പഠിച്ചിട്ട് കിട്ടണോ മിസ്സേ, എക്സാം ആണ്, ടെൻഷനാണ്, എന്ത് കാര്യം ഒന്ന് ആലോചിച്ചു. എന്ത് കാര്യം ഇത്രയും നിങ്ങൾ പഠിച്ചു, 5-6 മാസം കഷ്ടപ്പെട്ടിട്ട് പഠിച്ചു എന്ന് വിചാരിക്കും. എക്സാമിന് 1 മണിക്കൂർ ഉണ്ടല്ലോ, ആ 1 മണിക്കൂറിൽ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അതിന്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ആ മാർക്കായിട്ട് വരാം. അല്ലാതെ നിങ്ങൾ 6 മാസം കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ ആയിരിക്കില്ല. മനസ്സിലായോ? ആ 1 മണിക്കൂർ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടാണ് എക്സാം എഴുതുന്നെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ഈ 6 മാസം കഷ്ടപ്പെട്ടത് വെറുതെയാണ്. ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ മൈൻഡ് തന്നെ മാറും. മനസ്സിലായോ? അതുകൊണ്ട് മാർക്ക് ഒന്നുമല്ല, കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക, കുറച്ചും കൂടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, നമ്മുടെ പേഴ്സണാലിറ്റി ഒന്ന് മാറ്റിയെടുക്കുക, ക്യാരക്ടർ ഒന്ന് മാറ്റിയെടുക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. എനിക്കിപ്പോ സമയമുള്ളതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. എനിക്ക് ഒരുപാട് സംസാരിക്കുന്നതാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടം മിസ്. സാറ് വരുമ്പോഴത്തേനെ അത് അറ്റൻഡ് ചെയ്യാൻ, ഞങ്ങൾക്ക് സാറിനെ മുഖം കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. അറ്റൻഡ് ചെയ്യാനുള്ള നല്ലൊരു ആ ദിവസം ഞങ്ങൾക്ക് നല്ലൊരിതായിരിക്കും. ഞാൻ സാറിന് പറയാം, ഇത്രയും നോക്കിയ സ്ഥിതിക്ക് ഞാൻ പറയാം, എന്തായാലും പറയല്ലേ. രവി പപ്പൻ സാറിന്റെ അവസ്ഥയാണ്. രവി പപ്പൻ സാർ, അതാണ് ഇവിടുത്തെ സാറിന്റെ അവസ്ഥ. സാറിന്റെ ക്ലാസ് കഴിയില്ലേ എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. സത്യം പറയാലോ, ഓരോ ദിവസം ഇന്ന് സാറ് വരുമോ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ആഹാ, അത് കൊള്ളാട്ടോ. കടന്നുപോയി ഇത്രയും എന്നെ പറഞ്ഞിട്ട്. അല്ല, മിസ്സിനെ കണ്ടപ്പോ സന്തോഷമായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സാറിന് പ്രതീക്ഷിച്ചു മാത്രം, ചെറുതായിട്ടൊക്കെ. ഇനിയിപ്പോ ഞാൻ ഒരുപാട് കാര്യമുണ്ടല്ലോ, ഞാൻ പറയുന്നുണ്ട് സാറിനോട്. അപ്പൊ എനിക്ക് സാറ് മിസ് പൊളിയല്ലേ മിസ്സേ? മിസ് ഒരു വൈബല്ലേ? മിസ് ഒരു വൈബ്, സാർ ഒരു വൈബ്. അല്ല ഓക്കെ, എന്റെ ക്ലാസ്സിൽ സാറ് വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? ഇല്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് സന്തോഷായി. ഞാൻ പറഞ്ഞില്ലല്ലോ, സാറ് വന്നതിന്റെ സന്തോഷം. കൊള്ളാട്ടോ നിങ്ങൾ. അല്ല മിസ്, സാറ് പറഞ്ഞായിരുന്നു സാറിന്റെ ക്ലാസ്സിൽ മിസ് വരുമെന്നാ. പിന്നെ സാറിന്റെ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ്. അതായത് ഞങ്ങള് വ്യാഴാഴ്ച സാറ് ഉണ്ടാവില്ല എന്ന് ചിലപ്പോ പറയണ കേട്ടു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ചിലപ്പോ വ്യാഴാഴ്ചക്ക് ഒരു ദിവസം മുന്നേ ആണല്ലോ ബുധനാഴ്ച, അപ്പൊ ബുധനാഴ്ച സാറായിരിക്കും വരുന്നു, ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് മിസ്സിന്റെ ക്ലാസ് ബോറിംഗ് ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സൂപ്പർ ക്ലാസ് അല്ലേ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടാ മിസ്സേ. മിസ്സിന് ഞങ്ങളുടെ ഇടയിൽ ഒരു ഫാൻ ബേസ് വരെ ഉണ്ട്. നിങ്ങൾ ഓരോ ടീച്ചേഴ്സ് ഞാൻ ക്ലാസ് കാണട്ടെ, മനസ്സിലാവുന്നു. മിസ് കണ്ടോളൂ മിസ്സേ, ഞങ്ങൾ അങ്ങനെ വെറുതെ ഒരാളെയൊന്നും പൊക്കി പറയില്ല മിസ്സേ. ഉനൈസ് പറയുന്നത് വിശ്വസിക്കേണ്ട മിസ്സേ, ഉനൈസ് ഒക്കെ വെറുതെ പറഞ്ഞു. നമുക്ക് കാണട്ടെ, ഓരോ ടീച്ചേഴ്സ് വരും ഇങ്ങനെ പറയും, മിസ്സിന്റെ ക്ലാസ് സൂപ്പറാണ്, മിസ് വരാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? സൂപ്പർ ആണ് കംപ്ലീറ്റ് ആണോ?
ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കണ്ടേ, എന്റെ സമയം പോകണ്ടേ? 1 മണിക്കൂർ ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്, 2 മണിക്കൂർ. എനിക്ക് എന്തായാലും മിസ്സിന് ബ്രേക്ക് വേണ്ടേ? ബ്രേക്ക് വേണ്ടേ? ഇനി എന്തിനാ ബ്രേക്ക്? മിസ് ഡാൻസ് കളിക്കാതിരിക്കാൻ വേണ്ടിയാ ഇത്ര നേരം നമ്മൾ സംസാരിച്ചേ. അല്ല മിസ് കളിക്കും, മിസ് കളിച്ചിട്ടേ പോകുള്ളൂ. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് ഡാൻസ് കളിച്ച് ഞാൻ ഡാൻസ് കളിക്കണം. അതെ, കമന്റ്സ് ഒന്നും ക്ലാസ്സിൽ വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ കേൾക്കാൻ സംസാരിക്കുന്നുണ്ട്. മിസ്സിന്റെ സൗണ്ട് കേട്ട ഒരു പാട്ടുകാരിയാന്നൊക്കെ പറയാം. അപ്പൊ ഒരു പാട്ടായാലും മതി. ശരിയാ, പാട്ടായാലും മതി. എച്ചിലോ സാറെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, മോണ്ടിസോറി ആണെങ്കിൽ ഓക്കെ, നമുക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ എച്ചിലൊക്കെ ആദ്യമായിട്ടാട്ടോ ടീച്ചേഴ്സ് അറിഞ്ഞ എന്നെ കയറി പിള്ളേർ ഇങ്ങനെയായി എന്നൊക്കെ പറയും. മിസ്സേ അങ്ങനെയൊന്നും പറയില്ല മിസ്സേ. അതെ അതെ, നമുക്ക് വേറൊരു ദിവസം പാടാം. റിവിഷന്റെ ഇടയിൽ അത് പാടാം. ആരും അറിയില്ല, ശരിയാണ് കേട്ടോ, ആരും അറിയില്ല. ഇതൊക്കെ ഒരു സംഭവം, ഇതൊക്കെ ഒരു സന്തോഷമാണോ? ശരിക്കും പറയാ, നിങ്ങളിപ്പോ എന്നെ കളിയാക്കല്ലേ? നിങ്ങൾ എന്നെ പൊക്കുന്നു, താഴ്ത്തുന്നു, കളിയാക്കുന്നു, ഇതൊക്കെയാണ്. സൗണ്ട് കുറച്ച് മടിയാ മതി. കളിയാക്കിയതല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക്. നിങ്ങൾ നേരിട്ട് കാണണം എനിക്ക്, എന്നൊക്കെ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇനി ഒരുപാട് ടൈം ഉണ്ടല്ലോ. കാര്യമായിട്ടാ പറഞ്ഞു, സീരിയസ് ആണ്. അതെ, ഇനിയിപ്പോ പാട്ട് പാടി ഡാൻസ് കളിക്കണം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒത്തിരി ഇഷ്ടമാണോ? താങ്ക് യു, എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ, എല്ലാവർക്കും ഇഷ്ടമാണ്. സാറിനോട് ഇഷ്ടമാണ്, സാറിനോട് പറയുന്നുണ്ട്. അപ്പൊ സാർ ഇതൊക്കെ വന്ന് പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ. സാറിന് ഇത്രയും ഏതെങ്കിലും ഒരു ബാച്ച് ഇത്രയും പൊക്കിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല, അത് ഞാൻ പറയാം. ഞാൻ പാട്ട് പാടി അനുസരിച്ചാലോ, അതെങ്ങനെയുണ്ടാവും? സൂപ്പർ ആയിട്ടല്ലേ? അതൊരു സമൂഹ സദ്യ കഴിച്ച ഫീൽ ആയിരിക്കും മിസ്. നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ലേ? ആരും ഫുഡ് കഴിക്കാതെ വന്നിരിക്കുകയാണല്ലോ. ഫുഡൊക്കെ കഴിച്ചു മിസ്സേ, അമ്പലത്തിൽ പോയി അന്നദാനം കഴിച്ചിട്ടിരിക്കോ. എന്റെ ക്ലാസ് എന്തെങ്കിലും ഫുഡും കഴിച്ചോ? ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങള്. ക്ലാസ് എടുക്കുന്നു. മിസ്സേ മിസ്സേ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് മിസ്സേ. ആംബുലൻസ് ആയതുകൊണ്ടേ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു. സിമ്പിൾ ആണ് ചാപ്റ്റർ, എനിക്ക് ഇഷ്ടമായി. പെട്ടെന്ന് കംപ്ലീറ്റ് ആണ്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്റെ ക്ലാസ് ഞാൻ നിൽക്കുന്നതൊക്കെയാണെന്ന് അറിയില്ല, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് നല്ല സ്റ്റുഡൻസ് ആണല്ലോ, ഭയങ്കര ജീനിയസ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ബ്രില്യന്റ് ആണ്, കറക്റ്റ്. എന്തോ മിസ്സിപ്പോ ഞങ്ങളെ ഒന്ന് പൊക്കിയതല്ലേ? ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പൊക്കലല്ലേ? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കലാണ്. മതി പൊക്കണ്ട, അതിനുള്ളിൽ പഠിക്കാം. പൊക്കി ഒന്ന് താഴെ കിട്ടും. താഴെ കിട്ടൂ, ശരിയല്ലേ? താഴെ കിട്ടുക, അതിന് പൊക്കണ്ട, നിങ്ങൾ പൊക്കേ വേണ്ട, താഴെ കിടാനല്ലേ? ഒരു പേജ് കൂടി എഴുതിയേ ഉള്ളൂ. അതെ, ഒരു പേജ് കൂടി ഉള്ളൂ കേട്ടോ. നിത്യക്ക് പഠിക്കണം. നിത്യ എന്നോട് ക്ലാസ് എടുക്കാൻ പറയുന്നുണ്ട്. ഡാൻസ് ആൻഡ് സോങ് ക്ലാസ് കഴിയുമ്പോൾ പോയി പാട്ട് പാടാൻ ഞാൻ സമ്മതിച്ചു. ഇത്രയും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു പാട്ട് പാടിയിട്ടേ പോകുന്നു. ഓക്കെ, മോശമായിരിക്കും, എന്നാലും നിങ്ങൾ പോവുകയല്ലേ, കുഴപ്പമില്ല. എല്ലാവരും ലീവ് ചെയ്ത് പോവാം. പാട്ട് കേട്ടുകൊണ്ട് തന്നെ എല്ലാവരും ലീവ് ചെയ്ത് പോവാം. എന്തായാലും ക്ലാസ് കഴിഞ്ഞില്ല, അപ്പൊ എല്ലാം റോഡും അല്ല, കുഴപ്പമില്ല, പാടുന്നില്ല. പാട്ട് കേൾക്കാൻ പോവാം, അഭിപ്രായം ഒന്നും പറയാൻ കേട്ടോ, അവിടെ പോവാം. ഇത്രയും ബോറാണ്. അതാണ് ക്ലാസ് കഴിയുമ്പോൾ പാടാതെ പറഞ്ഞല്ലേ സാറ് മിസ്? ഇത് നിങ്ങൾ മുഖത്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ നെക്സ്റ്റ് ക്ലാസ് കേട്ടാമതിയല്ലോ. ക്ലാസ് നെക്സ്റ്റ് വരണ്ടോ സാറ്? എന്തോ കേട്ടില്ല. മിസ് മോശമില്ലല്ലോ, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞ് എല്ലാരും പോവുമല്ലോ, പിന്നെ ആരും മുഖം കേണ്ടല്ലോ. ഓക്കെ, കുറച്ച് നേരം കൂടെ, കുറച്ച് നേരം ക്ലാസ് എത്തി ഞാൻ ബ്രേക്ക് എടുക്കട്ടോ, വെള്ളം കുടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോ കണ്ടിന്യൂ ചെയ്യും. ക്രൂയിങ് ആണ് കേട്ടോ. ആരൊക്കെ ആംബുലൻസ് വേണം എന്നറിയാൻ വേണ്ടിട്ടാണ്. ആംബുലൻസില്
ആരുണ്ടാകാതിരിക്കുന്നില്ലല്ലോ അല്ലെ? ഡ്രൈവർ മാത്രമാണോ? അല്ല. അപ്പൊ ആരൊക്കെയാണ്? ക്രൂ എങ്ങനെയൊക്കെയാണ്? There are different levels of qualification that the ambulance crew may hold, from holding a formal qualification to having a fully qualified doctor on board. Most ambulance service require at least 2 crew members to be on every ambulance, one to drive and one to attend the patient. Common ambulance crew qualifications are. Okay, അപ്പോ ആംബുലൻസിൽ ആരൊക്കെ ഉണ്ടാവും? ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാണ്? 2 പേരെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 2. ഓക്കെ, ഒന്ന് ഡ്രൈവറും ഒന്ന് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ആളും. അപ്പൊ അവരുടെ എല്ലാ ആംബുലൻസിലെ ക്രൂവിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ് നോക്കാം. ക്രൂ എന്താ? ക്രൂ മീൻസ് എന്താ? ഇതിലേക്ക് ചോദിക്കില്ലേ? സ്റ്റാഫ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ ക്രൂ ടീം ആണെന്ന് പറയാം, മെമ്പേഴ്സ് ആണെന്ന് പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അല്ലെ? ഒരുപാട് നെയിംസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. വർക്കേഴ്സ് ആണ്, ടീം ആണ്, സ്റ്റാഫ്സ് ആണ്, മെമ്പേഴ്സ് ആണ് എന്നൊക്കെ പറയും. അപ്പോ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കേട്ടോ. ഫസ്റ്റ് റെസ്പോണ്ടർ, a person who reaches first at the scene of an incident and whose job is to keep early critical care such as cardiopulmonary resuscitation or applying an automated external defibrillator. First responders may be sent by the ambulance service, may be passers-by, or may be dispatched to the scene from other agencies such as police or fire departments. അതായത് അറ്റ്ലീസ്റ്റ് 2 പേരാണ് ആംബുലൻസിൽ ഉണ്ടാവാന്ന് പറഞ്ഞു. ഒന്ന് പറയുന്ന ഡ്രൈവറും അല്ലെങ്കിൽ ആരാണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ടാവുന്ന പറഞ്ഞു. പക്ഷെ അല്ലാതെ ഈ പറയുന്ന ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ചിലപ്പോൾ സംടൈംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എമർജൻസി ടൈംസ് എങ്ങനെയാണെന്നുണ്ട്, എന്ത് തരം എമർജൻസി ആണെന്നിട്ട് അങ്ങനെ ഒരാളും കൂടെ ആംബുലൻസിൽ ഉണ്ടാവും. കാരണം ഈ പറയുന്ന ആ സീനിലേക്ക് ഫസ്റ്റ് റീച്ച് ആകുന്ന ആള് ഈ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഈ പറയുന്ന ആൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം? പേഷ്യന്റ് ക്രിട്ടിക്കൽ ആണെങ്കിൽ CPR കൊടുക്കണം അല്ലെ? CPR കൊടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോ ആൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പോ എന്താണ് ബ്രീതിങ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ കെയർ കൊടുക്കണം. സോ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന ഈ ഫസ്റ്റ് റെസ്പോണ്ടർ. അത് നേഴ്സ് ആവാം, ഡോക്ടേഴ്സ് ആവാം, ആരോ. ഓക്കെ, അപ്പോ എന്നിട്ടാണ് ഈ ഫസ്റ്റ് കെയർ കൊടുത്തിട്ടാണ് ഒന്നുകിൽ ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ അതർ സെന്റേഴ്സിലേക്കോ പറയുന്ന പേഷ്യൻസിന് എന്താ നമ്മൾ സെൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അതിപ്പോ പോലീസ് സ്റ്റേഷൻ ആവാം, അല്ലെങ്കിൽ അതർ കൈൻഡ് ഓഫ് ഏജൻസീസ് ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സ് ആവാം, എന്തോ ആവാം. അപ്പൊ പറയുന്ന ഫസ്റ്റ് റെസ്പോണ്ടർ കെയർ ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി അല്ലെ? ഫസ്റ്റ്ലി നമ്മൾ കെയർ കൊടുക്കാൻ വേണ്ടി ആംബുലൻസിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റാഫ് ഓർ മെമ്പർ ആണ്, ക്രൂ ആണ് ഈ പറയുന്ന ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, then ഒന്നുകൂടെ വായിക്കാം. A person who reaches first at the scene of an incident. അതായത് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആ സീനിലേക്ക് അല്ലെങ്കിൽ ഇൻസിഡന്റിലേക്ക് റീച്ച് ആകുന്ന ആളാണ്. And whose job is to give early critical care such as cardiopulmonary resuscitation. അതായത് അയാളുടെ ജോലി എന്താണ്? ക്രിട്ടിക്കൽ കെയർ കൊടുക്കുക. എന്തൊക്കെയാണ്? such as CPR and applying an automated external defibrillator. ഇത് ശ്വാസകോശ സംബന്ധമായിട്ടോ കണ്ടിട്ട് അറിയാലോ, അത് കൊടുക്കുക. Then first responders may be sent by the ambulance service. First responders may be sent by the ambulance service, may be passers-by, or may be dispatched to the scene from other agencies. First responder വരുന്നത് എങ്ങനെയാണ്? ആംബുലൻസിലാണോ വരാ? ആണോ? ചിലപ്പോൾ ആംബുലൻസ് ആകാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വരാം ക്രിട്ടിക്കൽ ആണെങ്കിൽ. ഓക്കെ, first responders may be sent by the ambulance service. Just wait. നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ, ഞാനിപ്പോ വരാം. ഓക്കെ, ക്ലിയർ? ഒരു ഐ തിങ്ക് ഒരു 10 minutes ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ ഞാൻ വരാം കേട്ടോ. ഓക്കെ,
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എല്ലാവരും ബ്രേക്കപ്പ് എടുത്തല്ലോ. ക്ലാസ്സിലുണ്ട് എല്ലാവരും? പോയോ? ഓക്കെ, ഒറ്റ ഇരിപ്പിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണോ? നോക്കാം നമുക്ക്. ഇത്രയും പോർഷൻ ആദ്യമായിട്ട് എടുക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യണോ? അത് ചുമടിയേ ഉള്ളൂ. ഇത് പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? വേണ്ട, മൂട് പോയി. കൊള്ളാട്ടോ, മൂട് പോയില്ലേ. യെസ്, നമുക്ക് ഈ പോർഷൻ എന്നല്ല മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചാലോ? മിസ്സിന്റെ നിങ്ങൾ ചെയ്യാണല്ലേ? കൊള്ളാട്ടോ, കാത്തിരിക്കരുത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ ഒരു ചാൻസ് കിട്ടില്ല പൊതുവെ. എന്നിട്ട് ഞാനൊരു പാട്ട് പാടിയിട്ടേ പോകും. അത് സെറ്റ്. പാട്ട് പാട്, ഷുവറാണ്. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ പാടിയിട്ട് ഇന്ന് പോകും. ഓക്കെ, ഞാൻ മുങ്ങുന്ന ആളല്ല, പാടും ഞാൻ. സെറ്റാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ഹാപ്പി ആണോ? ഓക്കെ ആണോ? നിങ്ങള് ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിലും എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് ആണെങ്കിലും ഓക്കെ ആണല്ലോ? പക്ഷെ നിങ്ങൾ ആക്റ്റീവ് ആണ്, ഭയങ്കര ആക്റ്റീവ് ക്ലാസ് ആണ്, ഭയങ്കര നല്ല സ്റ്റുഡൻസ് ആണ്. മിക്കയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, മിക്കയിൽ ഞാൻ നിങ്ങളോട് മാത്രം സീക്രട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. അവരോട് പറയില്ല, വേണ്ട വേണ്ട, സീക്രട്ട് ഒന്നുമില്ല. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കും. പ്ലീസ് മിസ്, എങ്ങനെ നമ്മൾ ആരോടും പറയില്ല. എനിക്കറിയാം, ആരും ഞങ്ങളുടെ ബാച്ച് നല്ല ബാച്ചാന്നായിരിക്കും. പിന്നെ സൂപ്പർ ബാച്ച് തന്നെ. അല്ല മിസ്, വേറെന്തോ ഒന്ന് പറയാൻ ഉദ്ദേശിച്ചു, ഒന്ന് പറയൂ പ്ലീസ്. ഞാൻ എല്ലാ ക്ലാസ്സിലും എടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. എല്ലാ ബാച്ചിലും മിക്ക എച്ചിയിലും ഞാൻ എടുക്കുന്നുണ്ട്. ക്ലാസ് ബാച്ചിനായാലും കുറ്റം പറഞ്ഞു. അതുവരെ കറക്റ്റ് ആണ്. പിന്നെ ബാക്കി എന്തോ മിസ് പറയാമെന്ന് പറഞ്ഞില്ല. അത് ഓക്കെ. എന്റെ വേറെ ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറെ ബാച്ചിലെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിനകത്ത് ഇങ്ങനെ നോക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോ. അല്ലാതെ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് അല്ലേ എടുക്കാറ്? ഇംഗ്ലീഷ് അല്ലേ എടുക്കുന്നത്? ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ടച്ചില് എടുത്തത്. നമ്മുടെ മാതൃ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ കൂടിയാണ്. ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഇംഗ്ലീഷ് അതല്ലേ ഇംഗ്ലീഷ് ഇത്ര സ്പീഡ് വായനക്ക്. വായന ഇത്ര സ്പീഡ്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് ഒഴുകി പോകുന്നല്ലേ സാർ? വായിക്കുമ്പോ ഒഴുകി അങ്ങ് പോകുന്നല്ലേ ഭയങ്കര സ്പീഡില്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ഇംഗ്ലീഷിനെ പേടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ ഇംഗ്ലീഷ് കാണുമ്പോൾ തന്നെ പേടിയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇംഗ്ലീഷ് പഠിക്കേണ്ട രീതി വ്യത്യാസമാണ്. ഓരോ സെന്റൻസ് വായിച്ച് നോക്കി മീനിങ് പഠിക്കുന്ന മണ്ടത്തരം. അതാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയാ. അതുപോലെ തന്നെ പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അതെനിക്ക് തോന്നി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതായിരുന്നു സീക്രട്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലല്ല ഞാൻ എനിക്ക് കുറച്ച് അധികം സമയം ഉണ്ടാകാറുണ്ട്. സോ എച്ചിയിൽ ഞാൻ പൊതുവേ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, ഒരുപാട് കാര്യം. അപ്പൊ എനിക്ക് ടൈം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സാറിനെ പറഞ്ഞ പോലെ ക്ലാസ്സില് സ്റ്റുഡൻസ് അത്യാവശ്യം ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറുന്ന സ്റ്റുഡൻസിന് അത്യാവശ്യം നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടാവും. ഷുവർ ആണ് കേട്ടോ, ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോഴും. കാരണം അവർക്ക് എന്തും ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങളെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾ എല്ലാവരും മോസ്റ്റ്ലി വുമൻ ആണ്. മോസ്റ്റ്ലി ക്ലാസ്സിൽ എല്ലാ ആഴ്ചയിലും അങ്ങനെയാണ്. അതും എല്ലാവരും കണ്ടിന്യൂസ്ലി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അല്ല, ഒരുപാട് ഗ്യാപ്പ് ഉള്ളവരുണ്ട് അല്ലെ, ഒരുപാട് ഗ്യാപ്പ് വന്നവരുണ്ട്, അത്രയും ക്വാളിഫൈഡ് അല്ലാത്തവരുണ്ട്. സോ എല്ലാവർക്കും പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഒരേ മനസ്സ് ഒരു കാര്യത്തിലുണ്ട്. ഇതിലാണെന്ന് അറിയോ? നിങ്ങൾ ഭയങ്കര
ഭയങ്കര ടെൻഷനാണ്, നമുക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നതില് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് ഒരൊറ്റ കാര്യത്തിൽ. ഓക്കെ, ആ ചിന്ത ഇനി വേണ്ട കേട്ടോ. ലൈഫ് ഇത്രയായില്ലേ, ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു, പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, ഇനി അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ആയിരിക്കണം നമുക്ക് കാണുന്നത്. ഞാനിത് ഫാമിലി ലൈഫായിട്ടൊന്നും കണക്ട് ചെയ്യുന്നല്ല കേട്ടോ, ചിന്തിക്കുക, ഫാമിലി ലൈഫായിട്ടൊന്നും കണക്ട് ചെയ്യുന്നല്ല. ആസ് എ പേഴ്സൺ, ആസ് എ വുമൺ, അല്ലെങ്കിൽ ആസ് എ ഗേൾ, ആസ് എ ലേഡി, നമുക്ക് എന്തായിരിക്കണം, നമ്മൾ എങ്ങനെ ആവണം, നമ്മൾ സന്തോഷമായിട്ടിരിക്കണ്ടേ അല്ലേ? നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാട്ടോ, അത് ആർക്കും കൊടുക്കരുത്. ഓക്കെ, നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇനിയെങ്കിലും നമ്മൾ നമ്മളായിട്ട് ജീവിക്കണം. എന്തോ ഇനിയെങ്കിലും നമ്മൾ നമ്മളായിട്ട് ജീവിക്കണം. ചെയ്യുമ്പോ നമുക്ക് സന്തോഷിക്കണം. അതന്നെ, ഡിപ്പെൻഡിങ് ഇഷ്ടല്ല. ഒരിക്കലും ചെയ്യരുത്. അത് തിരിച്ചറിയാൻ വൈകിയെങ്കിൽ പോലും അങ്ങനെ തിരിച്ചറിവ് വന്നാല് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് അതിനർത്ഥം. തിരിച്ചറിവ് വരാൻ കുറച്ച് സമയം എടുക്കും. കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പല പല തിരിച്ചറിവുകൾ വന്നുകൊടുക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്, അഗ്രി ചെയ്തേ പറ്റൂ. ശരിയാണ്, എല്ലാവരും റിലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നീ നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു മോളുണ്ട്. ഞാൻ കണ്ടാ പറയില്ലെങ്കിൽ എനിക്കൊരു മോളൊക്കെ ഉണ്ട്. അതോടെ കമ്മിറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും. പക്ഷേ ഇപ്പൊ ശരിക്കും മനസ്സിലായി സാർ തന്നെ പൊന്തിക്കും, മിസ്സിൽ തന്നെ പൊന്തിക്കുന്നതാണ്. എന്തോ ഇപ്പൊ ശരിക്കും മനസ്സിലായി, മിസ്സിൽ തന്നെ പൊന്തിക്കുന്നുള്ള കാര്യം. പിന്നെ ഞാൻ എന്നെ തന്നെ പൊന്തിക്കുന്നു പറഞ്ഞല്ലോ. നമ്മളെ സ്നേഹിക്കണം. ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. ലവ് യുവർ സെൽഫ്, ബിലീവിങ് യുവർ സെൽഫ് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടോ? സെൽഫിനെസ് ഇപ്പൊ ഉണ്ട്. വെരി ഗുഡ്. ഉണ്ട്. നിങ്ങൾ ബോയ്സിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് ഗേൾസ് അങ്ങനെയല്ലാതെ. ഗേൾസ് നമ്മൾ സ്വയം സമയം കണ്ടെത്തില്ല നമ്മൾക്ക് വേണ്ടി. അവര് പറയും ഹസ്ബൻഡ്, പിന്നെ കുട്ടികൾ, അതൊക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, എല്ലാം വേണം. പക്ഷേ അതിന് കൂടെ നമുക്ക് കൂടെ സമയം കണ്ടെത്തിയേ പറ്റൂ. വേണം ഒരു മണിക്കൂറെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ. സമയം ഇല്ലാന്ന് പറയരുത് കേട്ടോ. ഒരാളും എനിക്ക് മിസ്റ്റർ സമയമില്ല, ഞാൻ ഭയങ്കര തിരക്കാണ്, എനിക്ക് മക്കളുടെ കാര്യം നോക്കണം, ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അങ്ങനെയല്ല. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. എല്ലാവർക്കും ഈക്വലി ടൈമാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഈക്വലിയാണ് ടൈം കൊടുക്കുന്നത് അല്ലെ? ആരെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തവരാണ്. രാവിലെ അരമണിക്കൂർ എന്റെ സമയം എക്സസൈസ്. രാവിലത്തെ അരമണിക്കൂർ ഞാൻ എനിക്ക് വേണ്ടി എക്സസൈസിന് മെനക്കെടും. നമുക്ക് വേണ്ടി ഇങ്ങനെ സമയം കണ്ടെത്തണം, നമുക്ക് വേണ്ടി മസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ചുമ്മാ പറയട്ടെ, ഹാർഡ് വർക്കിന്റെ. നിങ്ങള് റീൽസില് ഞാൻ ഡാൻസ് കണ്ടോ? നിങ്ങള് എന്നെ കാണാൻ പറ്റുന്നില്ല? എന്നെ കാണാൻ പറ്റുന്നില്ല, അറിയില്ലല്ലോ. അതായത് റേഞ്ച് വെച്ചിരിക്കും. ആരുടെയും ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ. ഞാനത്തെ കോള് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ, ഹാർഡ് വർക്കിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ടീച്ചേഴ്സിന്റെ ഡാൻസ് സൂപ്പർ ആണെന്നൊക്കെ പറയുന്നുണ്ടോ? അത് റിസൾട്ട് ആണ്, നിങ്ങൾ കണ്ട റിസൾട്ട് ആണ് അത്. പക്ഷെ അതിന് പുറകിലെ ഹാർഡ് വർക്ക് നിങ്ങൾ ആരും കാണുന്നില്ല. അങ്ങനെയാണ് എല്ലാ കാര്യവും. നമ്മള് അച്ചീവ്മെന്റ്സിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടി, ആരെങ്കിലും അത് നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ റിസൾട്ടിന് പിന്നിൽ, അല്ലെങ്കിൽ ആ അച്ചീവ്മെന്റ്സിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ആരും കാണില്ല. മനസ്സിലായോ? ആരും കാണില്ല. പ്രാക്ടീസ് നല്ല രസമാണോ? പ്രാക്ടീസോ? പ്രാക്ടീസ് അറിയില്ല സാർ, ഞാൻ വായിച്ചില്ല. നമ്മൾ വായിച്ചു നോക്കാം. അപ്പോ എന്തൊരു കാര്യവും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടില്ല, എന്തൊരു കാര്യം. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാം, മടി കാണില്ല. മെയിൻലി മടിയാണ്. മടിയന്മാരാണോ നിങ്ങള്? അതെ, സത്യം പറഞ്ഞോട്ടോ, മടിയന്മാരല്ലേ? പഠിച്ചുകളാണ്. പഠിപ്പിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നോ, മടിയല്ല. വെരി ഗുഡ്. മടി പാടില്ല കേട്ടോ. ഞാൻ കുറച്ച് മടിച്ചിയാണ്. എല്ലാരും എനിക്ക് പറയാലോ. ഓക്കെ, അപ്പൊ മടി പാടില്ല. നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങള് നമ്മള് പഠിക്കുമെന്നല്ല, എന്നാലും ഇതിനോട്ട് ടാഗ്ലൈൻ എപ്പോഴും നല്ലതാണ്.
കേൾക്കാൻ രസമല്ലേ? പഠിപ്പില്ലെങ്കിൽ കേൾക്കാൻ രസമല്ലേ? പഠിപ്പിന്നൊക്കെ പറയുന്നു. ഓക്കെ, എന്റെ ടോപ്പിക്കൊക്കെ മാറിപ്പോകുന്നു. നിങ്ങളിങ്ങനെ ഇടക്കിടയ്ക്ക് സംസാരിക്കല്ലേ? ഞാൻ വേറെ എവിടേക്കോ പോയി, ഫ്ലോ എങ്ങനെ പോയി? ഓർമ്മക്കുറവുണ്ടെന്നേ ഉള്ളു, ഓർമ്മക്കുറവുണ്ട്. ഇതിന്റെ ആയിരിക്കാട്ടോ ചുമ്മാ. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നെന്താ? ഹാർഡ് വർക്ക് ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാം. പിന്നെന്താ, നമ്മള് എപ്പോഴും നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കണം കേട്ടോ. ആരെന്ത് വിചാരിച്ചോട്ടെ, ആരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ടാണ് ഇത്രയും നാൾ നമ്മൾ ജീവിച്ചില്ല. ഇനി ആ ചിന്തയെ വേണ്ട. അവരെന്ത് വിചാരിച്ചാൽ നമുക്കെന്താ? നമ്മളിപ്പോ എത്ര നല്ലത് ചെയ്താലും അവരങ്ങനെ തന്നെ വിചാരിക്കും. നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ അങ്ങനെയാണ്. അതങ്ങനെ ആ ഒരു വഴിക്ക് വിടാം. നമ്മൾ എല്ലാവരും നോക്കി ജീവിക്കാനാണെങ്കിൽ നമ്മൾ ലൈഫ് വെറുതെ വേസ്റ്റ് ആക്കിയുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക, ന്യായപരമായ ഇഷ്ടമാണ്. തോന്നിയാസം കാണിച്ചിട്ട് ഇഷ്ടത്തിന് ജീവിക്കും എന്ന് പറയരുത്. അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്റെ പേര് പറയരുത്. മിസ് അങ്ങനെ പറഞ്ഞു ഇഷ്ടത്തിന് ജീവിച്ചോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ആരെയും ഹേർട്ട് ചെയ്യാതെ നമ്മൾ ഇഷ്ടത്തിന് ജീവിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തണം. നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മളെ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഓക്കെ, കണ്ണാടിയിലേക്ക് നോക്കുക, സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കുക. നിങ്ങൾ ബിഫോർ മാരേജ് നിങ്ങൾ എങ്ങനെയാണോ, അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി നിങ്ങൾ എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്ത് നോക്കി. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ബോഡി ഷേമിംഗ് അല്ല, ഫസ്റ്റ് ഞാൻ പറയുന്നത് ബോഡി ഷേമിംഗ് അല്ല കേട്ടോ. പറയുന്നത് ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞ് ആരും കംപ്ലൈന്റ് ചെയ്തു. ദിസ് ക്ലാസ്സിൽ നമുക്ക് ബോഡി ഷെയിം ചെയ്തു, അങ്ങനെയാണ്. നമ്മള് പൊതുവെ ലേഡീസിന് കുറച്ചുകൂടെ ഭംഗിയിലിരിക്കുന്നത്, കുറച്ച് നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ആ കാറ്റഗറി പെടുന്നവരാണോ? അതെ. ഇപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? സത്യം പറയും, ഇപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങളുടെ ബോഡി ആണെങ്കിലും ഡ്രസ്സിംഗ് ആണെങ്കിലും കുറച്ച് പേര് സാറ്റിസ്ഫൈഡ് ആണ്, കുറച്ച് പേര് അല്ല. ഓക്കെ, യെസ്. അപ്പോ അല്ലാത്തവര് ഇങ്ങനെ പറയുന്നു, ഇനി എന്ത് നോക്കി ആരും കാണിക്കണം, ഇനി എന്ത് നോക്കാൻ, അങ്ങനെയൊക്കെ മതി എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്. മണ്ടത്തരാണ്, അങ്ങനെ ചിന്തിക്കണം. നമ്മളെ സ്നേഹിക്കണം. നമ്മൾ കണ്ടിട്ട് നോക്കുമ്പോ കൊള്ളാണ്, ഞാൻ സൂപ്പർ ആണല്ലോ, നല്ല ഭംഗിയുണ്ട് എന്നെ കാണാൻ, ഈ ഡ്രസ് എനിക്ക് നല്ലോണം ചേരുന്നുണ്ട്, ഇത് സൂപ്പർ ആണെന്നൊക്കെ പറയാൻ പറ്റണം. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ചുമ്മാ പറയുന്നതിനോട് സീരിയസ് ആണ്. ഞാൻ ഇപ്പോ ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഞാൻ എങ്ങനെയുണ്ട്, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഓക്കെ, നിങ്ങൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഓക്കെ, സമ്മതിച്ചു. നല്ലാതെ പറയുമെന്ന് എനിക്കറിയാം, അത് കുഴപ്പമില്ല, ചുമ്മാ ചോദിച്ചാ. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഞാൻ ഭയങ്കര വൃത്തികെട്ട ഒരു ലുക്കായിരുന്നു. ഓക്കെ, ആഫ്റ്റർ ഡെലിവറി ഞാൻ ഭയങ്കര വണ്ണം വെച്ചു, സ്കിന്നൊക്കെ മാറി, കുറച്ച് ഭയങ്കര ബോറായിരുന്നു, ചാനായിരുന്നു, ഭയങ്കര ബോറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഒക്കെ ആയിരുന്നു. മീൻസ് എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കുട്ടി, നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയോ ഞാൻ കുട്ടിയാണോ അല്ലയോ? ഇതൊക്കെ കുട്ടിയല്ല, നോക്കൂ, ഇങ്ങനെയൊക്കെ പറയല്ലേ, ഇതൊക്കെ കുട്ടിയാണോ? ഇതൊക്കെ കുട്ടിയല്ല. മേക്കപ്പ് യൂസ് ചെയ്യുന്നതാണ്. മേക്കപ്പ് കൂടുതലാണോ ചേട്ടൻ ബിസിനസ്സാണ്? മിസ് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ ആദ്യം? എന്തോ മിസ് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞില്ല ആദ്യം? അതാവോ ഉദ്ദേശിച്ച കുട്ടി? അതല്ല കേട്ടോ, കുട്ടി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഭയങ്കര വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഡെലിവറി നമുക്ക് അറിയാമല്ലോ, ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ ബോഡി മൊത്തത്തിൽ ചേഞ്ച് ആവും. അപ്പൊ എല്ലാവരും വിചാരിക്കും നീ അങ്ങനെ തന്നെ മതി, നീ ആരും കാണിക്കാനാ, അതൊക്കെ മതി എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് മുലകൾ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എന്റെ ഡ്രസ്സ് ഒന്നും കറക്റ്റ് ആവുന്നില്ല, ഫിറ്റ് ആവുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു കാര്യം ഇതാണ്. അങ്ങനെ ഞാൻ മാറിയിട്ടോ, ഞാൻ സ്വയം മാറിയതാ. മാറണം, എന്നെക്കൊണ്ട് പറ്റും, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കണം. സോ അതിനുവേണ്ടി ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ കുറച്ചു പേരൊക്കെ പറയും നിനക്ക് ചെറിയ മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും ഓക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, അപ്പൊ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും, ആ ഒരു മോട്ടിവേഷൻ കിട്ടും. സോ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ ഞാൻ ഓക്കെ, ഞാൻ ഓക്കെ ആണ്, എനിക്ക് തന്നെ അറിയാമെന്ന് ചിന്തിക്കാം. ഈ ഓക്കെ ആണ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഹാർഡ് വർക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ മടിയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്യാമറ ഓൺ ചെയ്യാം. എനിക്ക് ഫസ്റ്റ് ടൈം ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോ എനിക്ക് ക്യാമറ ഓൺ ചെയ്ത് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെ ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ ഞാൻ മാറിയതാട്ടോ. അതുകൊണ്ട് നമുക്ക് പറ്റും, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും, അത് ഷുവറാണ്. ഇത്രയും മടിച്ചായി എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഫഷൻ,
നമ്മൾ ആഗ്രഹിക്കുന്ന കരിയർ, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാമെന്ന് പറയുന്ന ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതും നിങ്ങളെ കൊണ്ട് പറ്റും, എല്ലാം സാധിക്കും. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുക, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, സപ്പോർട്ടിന് ആരുമില്ല എന്ന് ചിന്തിച്ചാൽ മാത്രം മതി, നമ്മൾ വിജയിക്കും, സക്സസ്ഫുൾ ആയിട്ട് കഴിയും. ഇത് നമ്മൾ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാണ്, എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്റെ ഹസ്ബൻഡ് വേണം, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് വേണം, ഡിപ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നേ? ഒറ്റയ്ക്ക് പോവാം, എനിക്ക് എവിടെ പോകണം ഒറ്റയ്ക്ക് പോവാം, എന്ത് ചെയ്യണം ഒറ്റയ്ക്ക് ചെയ്യാം, ആരും വേണ്ട, എല്ലാവരും ഉണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ ജനിച്ചു വന്നത്. ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് പോകുന്നു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ്. വേറെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നിങ്ങൾ കല്യാണത്തിന് മുന്നേ എല്ലാവരും ചിലപ്പോ ഹസിന്റെ കൂടെയാണ്, ശരിയാണ്, സമ്മതിച്ചു, ഞാൻ ഹസിനെ എന്ന് പറയുന്നത്, ഹസിന്റെ കൂടെയാണ് മോസ്റ്റ്ലി പോവാ, ശരി സമ്മതിച്ചു, എല്ലാവരും അങ്ങനെ തന്നെ, ഞാനും തന്നെ. പക്ഷേ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു ഡയലോഗ്, നീ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണം. ആ ഡയലോഗ് അന്ന് എനിക്ക് ചുമ്മാ അതിന്റെ കാര്യം എന്നൊക്കെ ആലോചിച്ചെങ്കിൽ അത് കുറെ കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ നമ്മൾ ഒറ്റയ്ക്ക് ആണെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ, അല്ലെ? അങ്ങനെ ഒറ്റയ്ക്ക് ആവും എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്തണം. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഇത് രണ്ടും രണ്ട് പേഴ്സൺ ആണ്. ഒറ്റ ഫാമിലി ആണെങ്കിൽ കുറെ രണ്ട് പേഴ്സൺ ആണ്, രണ്ടു പേർക്ക് സ്പേസ് വേണം, രണ്ടു പേർക്കും രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം. അതിൽ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടോ നീ അത് ചെയ്യണ്ട, നീ അവിടെ പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മൾ അവരോട് പറയുക, ഹസ്ബൻഡിനോട് അവിടെ പോകണം എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെടോ? കാരണം രണ്ടുപേരും രണ്ട് വ്യക്തിത്വമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും, ഒരു ഫാമിലി ആണെങ്കിൽ പോലും രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവർക്ക് അവരുടേതായ പ്രയോറിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രയോറിറ്റീസ് ഉണ്ട്. രണ്ടുപേരും ഈക്വലി സ്പേസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫാമിലി ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. റെസ്പെക്ട് ചെയ്യണം, റെസ്പെക്ട് ഈച്ച് അതർ, ഡിമാൻഡ് കാണും, അവിടെ കൊടുക്കുന്ന റെസ്പെക്ട് ചെയ്യുന്നത് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആരെയും കറക്റ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യാം, നമ്മൾ സ്വയം നന്നാവാം, ബാക്കിയുള്ളവർക്ക് കൂടെ നന്നായിക്കോളും. നമ്മൾ അവരുടെ ഒരാളെ കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ നന്നാവുന്നതാണ് ഭയങ്കര എളുപ്പം. നീ എന്താ അങ്ങനെ ചെയ്യുന്നതെങ്കിലും മോശമായിട്ടാ ചെയ്യുന്നത് അത് പറയാൻ എളുപ്പമാ, അല്ലെ? എനിക്കിപ്പോ ഇവിടെ നിന്ന് ഉപദേശിക്കാൻ എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ചുമ്മാ വന്നിരുന്ന് ഞാൻ പറയുന്നല്ല കേട്ടോ, അങ്ങനെ പറയണ്ട, അങ്ങനെ പറയാൻ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് റൈറ്റ്സോ കാര്യമൊന്നുമില്ല. അത് നമ്മൾ സ്വയം നന്നായിട്ട് വേണം നമ്മൾ മനുഷ്യരോടൊന്ന് കുറച്ചെങ്കിലും ഒന്ന് അഡ്വൈസ് ചെയ്യും. ഓക്കെ, ഇതിപ്പോ ഞാൻ പറയുന്നത് എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറയാൻ തോന്നി. അങ്ങനെ പറയുന്നതിലൂടെ കുറച്ചെങ്കിലും പേര് റീതിങ്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, അല്ലെ? ഫാമിലി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെയാണ് നമ്മൾ സ്പോസാണ് നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുക. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ വിട്ടുപോയി. പൊതുവെ കല്യാണത്തിന് മുന്നേ നമ്മുടെ ഗേൾസ് മുഖത്ത് എന്തായാലും ഫേസ് പാക്ക് എങ്കിലും യൂസ് ചെയ്യാറുണ്ടല്ലോ, അല്ലെ? അല്ലാതെ മുന്നേ എന്തായാലും ചെയ്തിട്ടുണ്ടോ? വീക്കിലി ട്വൈസ് എങ്കിലും ചെയ്യും. ഒരു ഫേസ് പാക്ക് എങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ സമ്മതിച്ചെന്തെങ്കിലും പോലും ഉള്ള അർഹതയില്ല, ഇല്ല, ചെയ്യാത്തവരുണ്ടോ? വിശ്വസിച്ചു ഞാൻ, ആരും ചെയ്യാറില്ല. കല്യാണത്തിന് മുന്നേ പോലും ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്, കുറെ പേര് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്യുന്നവരോട് ഞാൻ പറയുന്നതല്ലേ, നമ്മള് ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മൾ കണ്ണാടി നോക്കി നിറം വെച്ചില്ലെങ്കിൽ പോലും ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് മുതലുകൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ടോ? ചെറിയൊരു സന്തോഷം കിട്ടാറുണ്ടോ? അത് ചെറിയൊരു കാര്യമുണ്ടോ? പക്ഷെ ഇന്ന് എത്ര പേര് ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ് എത്ര പേര് ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, സ്കിൻ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, എത്ര പേര് ചെയ്യുന്നുണ്ട്? ടൈമില്ലെന്ന് പറഞ്ഞു ചെയ്യുന്നുണ്ടാവും. വെരി ഗുഡ്, അങ്ങനെ ചെയ്യണം കേട്ടോ. ഞാനതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ. നമ്മള് സ്വയം സ്നേഹിക്കുന്നു, നമ്മളെ ഇഷ്ടമാണ്, നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പഠിച്ചു, അല്ലെ? നമുക്ക് നമ്മളെ കിട്ടും. നല്ല ഡയലോഗ് കേട്ടോ. ഞാൻ അങ്ങനെയല്ല കേട്ടോ, നമ്മളെ സ്നേഹിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷെ മറ്റുള്ളവരെ വെറുക്കണം എന്നല്ല പറയുന്നത്, നമ്മൾക്ക് വേണ്ടി സ്പേസ് കണ്ടെത്തണം. അതുപോലെ നമ്മൾ പഠിക്കുക, വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസം വേറെ വിവരം വേറെ എന്ന് പറഞ്ഞു. വിവരത്തിന് വേണ്ടി നമ്മൾ പഠിക്കണം, ഡെയിലി നമ്മൾ പഠിക്കണം. ഒരുപാട് അറിവുകൾ നമുക്ക് വേണം, ഇംപ്രൂവ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ലെവൽ ഓഫ് നോളജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു സൊസൈറ്റിയിൽ നമുക്ക്
ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കണമെങ്കിൽ കുറച്ചൊക്കെ അറിവുകൾ നമുക്ക് ഉണ്ടാവണം എപ്പോഴും. ഓക്കെ, അതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരാളുടെ മുഖത്തൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ധൈര്യം നമുക്ക് വേണം. ആരോടും സംസാരിക്കണം. ന്യായമാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണെങ്കിൽ തെറ്റാണ്, റോങ് എന്ന് പറയണമെങ്കിൽ നമ്മള് ആരായിക്കോട്ടെ, നമ്മുടെ വയസ്സിന് മൂത്തത് ആരായിക്കോട്ടെ, അതിന് റോങ് എന്ന് പറയണം, മുഖത്തോക്കി തന്നെ പറയണം. അതിനുള്ള ധൈര്യവും നമുക്ക് വേണം. ഓക്കെ, അതുപോലെ തന്നെയാണ് നോ എന്ന് പറയേണ്ടത് നോ തന്നെ പറയണം. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലാവർക്കും. നോക്കാം എന്ന് പറയും, നോക്കാം, ഞാൻ നോക്കട്ടെ. നോക്കട്ടെ എന്നർത്ഥം നോ. നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മിടിയിൽ നിൽക്കുന്നു. നോക്കട്ടെ പറയാം, നോ എനിക്ക് പറ്റില്ല, നോ. ഓക്കെ, നോ പറയാനും പഠിക്കണം. യെസ് പറയാനും പഠിക്കണം. രണ്ടും പറയാൻ പഠിക്കും. യെസും നോയും പറയാൻ പഠിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ, നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. ആൾ കോൺഫിഡൻസ്. ഓക്കെ, വി ഹാവ് ലോട്ട്സ് ഓഫ് എബിലിറ്റി. ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ല. ഓക്കെ, എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. അവരെന്ത് വിചാരിക്കുന്നു, ഇവരെന്ത് വിചാരിക്കുന്നു, ആരും ചിന്തിക്കരുത് കേട്ടോ. മണ്ടത്തിലാണേ. എപ്പോഴും പറയാണ്, അങ്ങനെ ചിന്തിക്കണ്ട. ചിന്തിച്ചിരുന്ന കാലം കഴിഞ്ഞു, ഇനി വേണ്ട എന്നാ പറഞ്ഞു. ഈ നിമിഷം വരെ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞു പോയി. പാസ്റ്റ് ഇസ് പാസ്റ്റ്, ലിവ് ഇൻ പ്രസന്റ്. ഓക്കെ, പ്രസന്റിൽ ജീവിക്കുക. പാസ്റ്റ് കഴിഞ്ഞു, ഒന്നിനെയും ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. ഇനി അങ്ങോട്ട് എങ്ങനെ, അത് മാത്രം ചിന്തിക്കാം. നാളെ എന്ത് എന്ന് നമുക്കറിയില്ല, നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ടുമോറോ, നാളെ എന്താണ്, നമ്മൾ ഉറങ്ങിയാൽ നമ്മൾ എണീക്കോ എന്ന് പോലും നമുക്ക് ഓരോ ഉറപ്പുമില്ല. അത്രയുള്ളൂ ജീവിതം, അതാണ് ജീവിതം. ആ ജീവിതത്തിനിടയിലാണ് ഈ അങ്ങോട്ട് കുറച്ച് ചെറിയ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങള്, അല്ലെ? സോ ഷോർട്ട് ടേം ആണ് നമ്മുടെ ലൈഫ്, വെരി ഷോർട്ട് ടേം. ഓക്കെ, അതുകൊണ്ട് നമ്മള് ഹാപ്പി ആയിട്ടില്ല, ഓൾവേസ് ബി ഹാപ്പി. സങ്കടം ഉണ്ടാകും, ഇഷ്യൂസ് ഉണ്ടാകും, പക്ഷെ എല്ലാരും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ്സിന് നമുക്ക് പോസിറ്റീവ്സ് ആക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്ന് അറിയോ? അത് നെഗറ്റീവ്സ് എങ്ങനെ പോസിറ്റീവ്സ് ആക്കാം അറിയാം നിങ്ങൾക്കത്? ഓക്കെ, നമുക്ക് എക്സാമിൽ മാർക്ക് കുറഞ്ഞു വിചാരിക്കും. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ചെറിയ എക്സാം, നിങ്ങളെ ടേം എക്സാം എഴുതി മാർക്ക് കുറഞ്ഞു, നിങ്ങൾ എന്താ പറയാ? അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ എന്ന് പറയും. അത് നെഗറ്റീവ് തോട്ട്. നെഗറ്റീവ് തോട്ട്. പോസിറ്റീവ്സ് എങ്ങനെയാക്കാം? എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ ഇന്നാക്കാം. ഇത്രയും മാർക്ക് കിട്ടിയില്ലേ, പോയി, എനിക്കത് മതി, എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി, ഞാൻ അതേ പഠിച്ചോളൂ, എനിക്ക് അത്രയും മാർക്ക് കിട്ടിയാലോ അത് മതി, അത് ഞാൻ അത്രയും പഠിച്ചു, എന്നാൽ ഇത്രയും കിട്ടിയാലോ, പാസ്സായല്ലോ എന്ന് ചിന്തിക്കാം. അത് പോസിറ്റീവ് മൈൻഡ് ആണ്. മനസ്സിലായോ? ഒന്നും പഠിക്കാൻ ഇത്രയെങ്കിലും കിട്ടിയില്ലോ, അത് വല്ലാത്തൊരു പോസിറ്റീവ് ആണല്ലോ. അങ്ങനെ ചിന്തിക്കാം കേട്ടാ. അപ്പൊ നെഗറ്റീവ്സിനെ പോസിറ്റീവ്സ് ആക്കാം. ലൈഫില് ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഫോളോ ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാ പറയാ? ഇപ്പൊ പഠിച്ച റാങ്ക് ഹോൾഡർ, റാങ്ക് ഹോൾഡർ, ഞാൻ അതൊന്നും പറയലാണ്. എനിക്കെങ്ങനെ ടോപ്പർ, ഞാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആളാണ്. ഒരു മാർക്ക് പോയാൽ പോയിരുന്ന് കരയുന്ന കൂട്ടത്തിലുള്ള ആളല്ല കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു. ഇഷ്ടമുള്ളത് പാസ്സായോ, പാസ്സായോ ധാരാളം, ധാരാളം. കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ ഡിഗ്രിയുടെ മാർക്കൊക്കെ നിങ്ങൾക്ക് അറിയോ? ഫീസിന്റെ മാർക്ക് അറിയോ? ആർക്കും അറിയില്ല. നിങ്ങൾ എന്താ നോക്കിയത് തന്നെ? ഇത്രയും നേരം ക്ലാസ് എടുത്തോ? നിങ്ങൾ ഇത്രയും പേര് ക്ലാസ്സിൽ പോകാതെ ക്ലാസ് കേട്ടിരുന്നു. എന്തുകൊണ്ടാ? അതിന്റെ കഴിവാന്നൊക്കെ അല്ലേ? അതിന്റെ കഴിവാണ്. എങ്ങനെ കഴിവ് പറയാം? ബോറടിച്ചില്ല. സത്യം പറയാൻ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. ഞാൻ പറയാം, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. ക്ലാസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അട്രാക്ട് ചെയ്യുന്നുണ്ട്. അന്ന് ഇരിക്കട്ടെ, അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ എന്റെ ഡയലോഗ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അല്ലേ? സ്കില്ലാണെന്ന് പറയാം. സ്കില്ലാണ് കേട്ടോ. ഓരോരുത്തർക്കും സ്കില്ലുണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. എനിക്ക് എന്റെ ഒരു ആഗ്രഹം പറയട്ടെ, എനിക്ക് ടീച്ചർ ആവുന്ന ഭയങ്കര ആഗ്രഹമുണ്ടോ? ടീച്ചറായിരുന്നു ഇഷ്ടം. പക്ഷെ എന്നില്ല, എനിക്കൊരു വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ പറയാൻ പറ്റും. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? ഒരു ഫേവറേറ്റ് സബ്ജക്ട് ഉണ്ടല്ലോ, ഓർത്ത് വെച്ചാലും മതി, പറയണമെന്നില്ല. യുവർ ഫേവറേറ്റ് സബ്ജക്ട്. ഓക്കെ, അത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ സബ്ജക്ട് പഠിപ്പിച്ച ടീച്ചർ ആയിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ. അതാണ്
അതാണ് മനസ്സിലായോ? അതാണ് ചിലവർക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ. അതാണ് വ്യത്യാസം. കാരണം എന്താണെന്നറിയോ, ആ ടീച്ചർ എടുക്കുന്ന ടീച്ചിങ് സ്റ്റൈൽ, വേ ഓഫ് ടീച്ചിങ്, വേ ഓഫ് ടോക്കിംഗ്, വേ ഓഫ് ഇന്ററാക്ഷൻ, ഇതെല്ലാം നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ടീച്ചറിനോട് ഇഷ്ടം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് കൂടി വരും. ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ സബ്ജക്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ ആ സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെടും. ആ ടീച്ചറിനോട് ഇഷ്ടമാണ്, അതായത് സബ്ജക്റ്റിനോട് ഇഷ്ടമാണ് ടീച്ചറോട് വരാം. അങ്ങനെയല്ല, ടീച്ചർ പഠിപ്പിക്കുന്നത് അപ്രോച്ച് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ടൈമിൽ അവരെയൊക്കെ ഇത് കണക്ക് നോക്കി ഇരുന്നിട്ട് അവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് അവരെ തന്നെ കാണിക്കാറ്. അപ്പോ എനിക്ക് എന്റെ ആഗ്രഹം എന്ന് വെച്ചാല്, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ബോറടിക്കാൻ പാടില്ല എന്ന് ഭയങ്കര നിർബന്ധമുണ്ട് എനിക്ക്. ടീച്ചറിന്റെ ക്ലാസ് ബോറിംഗ് ആണ് എന്തായാലും ആരും പറയരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇതുവരെയും അങ്ങനെയാണ് പോയത്, ഇനി നാളെ എന്താണെന്ന് എനിക്കറിയില്ല. ഇതുവരെ എന്നോട് ആരും ടീച്ചറിന്റെ എന്റെ ക്ലാസ് ബോറാണ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്റെ ക്ലാസ് ഒരിക്കലും ബോറടിക്കത്തില്ല. പോസിറ്റീവായിട്ട് കേട്ട് വൈബുള്ള ക്ലാസ്സാണ്. ഹലോ, ഞാൻ കേട്ടു ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതോ അങ്ങനെയല്ല, അതൊക്കെ ചുമ്മാ ജോക്സപ്പ് അങ്ങനെ കിടക്കട്ടെ. എല്ലാവരും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ പറയുന്ന എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന്റെ സ്റ്റോറീസ് കേൾക്കുന്ന അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ്. നമ്മൾ ആസ് എ വുമൺ നമ്മൾ എന്തെങ്കിലും അറിയാലോ, ഈക്വലി ആണ്, റിലേറ്റ് ചെയ്യാം. സെയിം ഏജ് ആയിരിക്കാം മേ ബി. സോ നമുക്ക് എനിക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്താ ചിന്തിക്കുന്നത്, ഇതെല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ ഒരുപാട് പേര് ഫോഴ്സ് ചെയ്തിട്ടുണ്ട്, സത്യം. ഒരുപാട് പേര് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, ഞാൻ സമ്മതിച്ചു. ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ആരൊക്കെ ഫോഴ്സ് ചെയ്താലും ആരൊക്കെ അഡ്വൈസ് ചെയ്താലും നമ്മൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മൾ മാറാതെ നമുക്ക് ഏതൊരു പൊസിഷൻ എത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് നമ്മുടെ മാത്രം കഴിവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്നെ തന്നെ ഒരുപാട് മാറ്റിയത് കൊണ്ടാണ്. നമുക്കറിയാം നമുക്ക് മെറിറ്റ്സ് എന്താ ഡിമെറിറ്റ്സ് എന്താ നമുക്കറിയാം. സോ ചേഞ്ച് യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇത്രയേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഫോളോ ചെയ്യുക. ലൈഫ് ഈസി ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, ഒരു പ്രത്യേക തരം ധൈര്യമൊക്കെ ഉണ്ടാവും. ക്ലിയർ? മനസ്സിലായോ? സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇതെല്ലാം ആവശ്യമാണ്. ഈ പറയാനുള്ള ടൈം കിട്ടി. പോകെ നമുക്ക് എല്ലാം പറയാം, സംസാരിക്കാം. ഇനി സമയമുണ്ട്, റിവിഷൻ ആണ്, കുറച്ച് സമയമൊക്കെ ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെന്താണ്, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. റിവിഷൻ അല്ല കേട്ടോ, കോൺഫിഡൻസ് വന്നോ? താങ്ക് യു. എന്നൊക്കെ പറയൂ, മാറ്റങ്ങളൊക്കെ വന്നാൽ പറയൂ കേട്ടോ. എനിക്ക് ഈ പറയാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. മാറ്റം വരുന്നുണ്ട്. മാറി ചിന്തിക്കണം, മാറി ചിന്തിക്കണം നമ്മള്. അതാണ്. കരച്ചിൽ വന്നോ? അതും ഉണ്ടാവും. കരച്ചിൽ വന്നാൽ കരഞ്ഞ് അങ്ങനെ തീർക്കുക. ഒരു മൂലയെ പോയാണ് കരയാ, അങ്ങനെ മാറും. തമാശ പറഞ്ഞോ, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. കരച്ചിൽ വന്നാൽ ഉള്ളിൽ അടുക്കി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കരഞ്ഞു തീർക്കുക. ഉള്ള വിഷമങ്ങൾ മുഴുവൻ കരഞ്ഞു തീർക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങോട്ട് ഉഷാറായിട്ട് ഇങ്ങനെ വരും. ഞാൻ ആക്റ്റീവ് ആയിരിക്കും, പിന്നെ കരയേണ്ടെന്ന അവസ്ഥ വരില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അറിയൂ, കേട്ടില്ല. 1 hour കഴിഞ്ഞില്ല, ഇനി പാട്ട് പാടല്ല. നിങ്ങൾ മറന്നില്ലേ? ഞാൻ മറന്നല്ലോ, രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചു ഞാൻ. പാട്ട് പാടണം നിർബന്ധമാണോ? കഷ്ടാണ് കേട്ടോ. തൊണ്ടക്കില്ല. മിസ് പറഞ്ഞ് ലാസ്റ്റ് പാടുന്നു. ഇനിയിപ്പോ പാടാണ്ട് നിർബന്ധമായിട്ട് പാടണം. ക്യാമറ ഓഫ് ചെയ്യും. അത് ഓക്കെ, പാട്ടൊക്കെ പാടാൻ ക്യാമറ ഓഫ് ചെയ്യും. ഓക്കെ ആണല്ലോ? അയ്യോ പറ്റൂല മിസ്, ഞങ്ങക്ക് മിസ്സിന്റെ എക്സ്പ്രഷൻ കാണാം. പ്ലീസ് പ്ലീസ്. മിസ് കണ്ടീഷൻ ഒന്നും നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പാട്ട് പാടാന്നല്ലേ പറഞ്ഞു. ഞങ്ങക്ക് മിസ്സിന്റെ എക്സ്പ്രഷൻ കാണാം പ്ലീസ്. ഡാൻസ് കളിക്കുമ്പോ ഭയങ്കര എക്സ്പ്രഷൻ മിസ്സിന്. മിസ് കണ്ണടച്ച് പാട്. ഡാൻസ് കളിക്കുമ്പോ എക്സ്പ്രഷൻ വരുന്ന സ്റ്റെപ്പ് മറന്നു. ഞങ്ങളെ കാണുന്നില്ലല്ലോ.
ഞങ്ങളുടെ മുഖമല്ല ഞങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. മിസ് ധൈര്യമായിട്ട് പാട്. ഓ അങ്ങനെ എനിക്കറിയാം, വിശ്വസിച്ചു ഞാൻ. നന്ദിനി ഉണ്ട് കൂടെ, മിസ്സിന്റെ കൂടെ നന്ദിനി ഉണ്ട്. മിസ് ധൈര്യമായിട്ട് പാടുന്ന പറഞ്ഞ. അപ്പൊ നന്ദിനി കൂടെ പാടും, ഞാൻ പയ്യെ മ്യൂട്ട് ചെയ്യും. എനിക്കറിയത്തില്ല മിസ്, തമിഴ് പാട്ടേ എനിക്കറിയത്തുള്ളൂ. ഓ തമിഴ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമല്ല തമിഴ്. ഇതിപ്പോ 3:30 ആയല്ലോ, 2 hour ഞാൻ ക്ലാസ് ആണ് എടുത്തത് അല്ലേ. അപ്പൊ ക്ലാസ് കാണുന്നവർ എന്നെ ചെയ്തു തരും. മിസ് സമയം പോയത് അറിഞ്ഞതേ ഇല്ല മിസ്. പാട്ട് പാടും മിസ്. അതെ അടുത്ത ഡയലോഗ് വരുന്നുണ്ട്, സമയം പോയത് അറിഞ്ഞില്ല. പാടിക്ക് സമയം പോകും. പാടിക്ക്. ഇത്രയും മോട്ടിവേഷൻ ഒക്കെ തന്നിട്ട് മിസ്സേ പാട്. പാടണം. ക്യാമറ ഓഫ് ചെയ്തോട്ടെ. പാട്ട് പാടിയ പോലെ ഞാൻ പാട്ട് പാടുന്നേ പറഞ്ഞോളൂ അല്ലെ. ഇപ്പൊ പാട്ട് പാടാം. ക്യാമറ ഓഫ് ചെയ്തു. കേട്ടിരുന്നോ കേട്ടോ. ഈ ഫേസ് കാണാൻ കേട്ടാൽ മാത്രമേ, പാട്ട് കേൾക്കാനുള്ളതാണ്, കാണാനുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പകലൊളി മായുമ്പോ കുളിരലമോടുമ്പോ, പകലൊളി മായുമ്പോ കുളിരലമോടുമ്പോ, ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ, നിന്നു നീതൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നീ പുണർന്നു മനസ്സിൻ മടിയിലെ മാൻകളിൽ മയങ്ങും മണിക്കുരുന്നേ, കനവായി വിഴികളെ തഴുകാം കഴിഞ്ഞു. മിസ്സേ സൂപ്പർ പാട്ടായിരുന്നു. പൊളിച്ചു. മിസ് ഒന്ന് ക്യാമറ ഓൺ ചെയ്യോ? നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു മിസ്സേ, നല്ല വോയിസും. മിസ് ഒരു സകലകലാ വല്ലഭിയാ, വല്ലഭി. സൂപ്പർ വോയിസ്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞോ? നീ പാടുന്നു, നീ അല്ലെങ്കിൽ പാടുന്നുണ്ടോ? ക്ലാസ് അത് വേറെ ദിവസം പാടാം. ഞാൻ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് വരട്ടെ കേട്ടോ. നിങ്ങളെ പാട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കട്ടെ. അതൊരു ദിവസം പാടാം. സൂപ്പർ സോങ് ആണ്. സോങ് സൂപ്പർ ആണ്, എനിക്ക് ഇഷ്ടമാണ്. നല്ല പാട്ടല്ലേ, ഭയങ്കര ഇഷ്ടം. എന്റെ ഫേവറേറ്റാ. നമ്മൾ ഏത് ക്ലാസ് എടുത്ത് നോക്കിയാൽ ഞാൻ ഈ ക്ലാസ്സിൽ ഈ പാട്ടാ പാടാം. എല്ലാ ക്ലാസ്സിലും പിള്ളേർ പാട്ട് പാടാൻ പറഞ്ഞു കേട്ടോ. മോണ്ടിസോറിനെ പ്രത്യേകിച്ച് പറയാം. സോ ഈ പാട്ടാ ഞാൻ പാടാം, എന്റെ ഫേവറേറ്റാ. മിസ്സേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ പാട്ടും കൂടി പഠിക്കാവേ. മോണ്ടിസോറി സ്റ്റുഡൻസ് ആക്റ്റീവാ? ചോദിച്ചോട്ടെ, പെർമിഷൻ ഞാൻ വാങ്ങട്ടെ കേട്ടോ. നിങ്ങളെപ്പോഴും പാട്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കണമല്ലോ. ഉറക്കം വന്നില്ല ആണോ? അപ്പൊ അല്ലെങ്കിൽ പൊതുവെ ഉറക്കം വരാം നിന്റെ ക്ലാസ്സില്. സത്യം പറയൂ, ക്ലാസ് ഉറക്കം വരാറുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ പറഞ്ഞത്. ഞാനുള്ള കാര്യം പറയാം മിസ്സേ. ഇടക്ക് മാത്രം ഒരു ഉറക്കം വരല് ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, ഫസ്റ്റ്. കാരണം എന്താ പറയാ, ഞങ്ങൾക്ക് അത് ശീലമായതുകൊണ്ടാണ്. ഉച്ചയ്ക്ക് ഒരു ഉറക്കത്തിന്റെ ഒരു ശീലം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ പെട്ടെന്ന് ഒരു ടൈം ടേബിൾ, ഈ ഒരു ക്ലാസ് തുടങ്ങിയപ്പോ ഒരു മാറ്റം വന്നപ്പോ ചെറുതായിട്ട് ഫസ്റ്റ് ഒക്കെ ഒരു ഉറക്കം വരില്ല. അത് മിസ്സിന്റെ ക്ലാസ് എന്നല്ല, എല്ലാ ക്ലാസ്സിലും എനിക്ക് ഉറക്കം വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇതൊരു ശീലമായപ്പോ കുഴപ്പമില്ല. മിസ്സിന്റെ ക്ലാസ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലാസ്സിലും ഉറക്കം വരാറുണ്ട്, അങ്ങനെയാണോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മിസ്സിന്റെ ക്ലാസ് എന്നല്ല, ബാക്കിയുള്ള ക്ലാസ്സിലും ഉറക്കം വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈം. ഇപ്പോഴല്ല, ഇപ്പൊ ശീലായില്ലേ. ഇപ്പൊ അങ്ങനെ ഉറക്കം വരലൊന്നുമില്ല. ഉറക്കം വന്നാലും എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ അല്ലെ. ഓരടിക്കുമ്പോഴാട്ടോ ഉറക്കം വരാം, അറിയാം. ഇനിയെങ്കിലും ഞാനിങ്ങനെ പൊക്കോട്ടെ. 2 മണിക്കൂർ സഹിച്ചതിന് താങ്ക് യു. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സഹിച്ചതോ? വിടാൻ തോന്നില്ല. ഓക്കെ, എന്നാ അവിടെ ഇരിക്കാനോ, എനിക്ക് വീട്ടിൽ പോണം. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല മിസ്സേ, ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കും. നിങ്ങളെ കേട്ടോണ്ടിരിക്കും, എനിക്കറിയാം. ഞങ്ങളിങ്ങനെ കേൾക്കാണെങ്കിൽ എത്ര പേരുണ്ട് ഇപ്പൊ ക്ലാസ്സില്? ആരും പോയില്ലേ? നിങ്ങളെ സഹിക്കാനെന്തോ, എന്നെയല്ലേ സഹിക്കുന്നത്. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കല്ലേ.
സഹിക്കാനൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി നെക്സ്റ്റ് വീക്ക് ആയിരുന്നു ഞാൻ വരാം. മൺഡേ നമുക്ക് ഇല്ലല്ലോ, മൺഡേ ഇല്ലാതെ ചാൻസ് ഇല്ല തോന്നുന്നു. അപ്പൊ മൺഡേ ഇല്ല കേട്ടോ, വെനസ്ഡേ. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട കേട്ടോ, ലൈഫിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, Thank you. കാര്യങ്ങൾ. Thank you, ma'am. Okay, Thank you, bye to ma'am. all. Okay, bye. Thank you, ma'am.